ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا. اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد. اللهم أوصل وبلغ مثل ثواب ما قرأناه من القرآن العظيم. هذه هدية واصلة ورحمة نازلة وبركة شاملة أولا منا إلى حضرة النبي المصطفى محمد صلى الله عليه وسلم. اللهم ثم إلى حضرات جميع الأنبياء والأولياء والعلماء والشهداء والصديقين والصالحين. اللهم زد لهم شرفا على شرفهم وفضلا على فضلهم وكرامة على كراماتهم. اللهم بحقهم وبجاههم يسر عسيرنا وسهل أمورنا واقض حوائجنا واشف أمراضنا وأقض ديوننا يا ذا الجلال والإكرام. اللهم باركنا في جميع أمورنا خصوصا في أمرنا هذا يا رب العالمين. اللهم اجعل القرآن العظيم ربيع قلوبنا يا ذا الجلال والإكرام. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين وأذل الكفر والكافرين. اللهم انصر جيوش المسلمين. اللهم انصر جيوش المسلمين. اللهم انصر جيوش المسلمين. اللهم سلم المسلمين من كل آفة ومصيبة وفضيحة ومخوفة يا ذا الجلال والإكرام. اللهم أصلح أمور المسلمين في كل مكان. اللهم انصر المجاهدين في سبيلك في كل مكان. اللهم ربنا إننا سمعنا مناديا ينادي للإيمان أن آمنوا بربكم فآمنا. ربنا فاغفر لنا ذنوبنا وكفر عنا سيئاتنا وتوفنا مع الأبرار. آمين برحمتك يا أرحم الراحمين. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. الحمد لله الأحد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد. والصلاة والسلام على من لا نبي بعده وعلى آله وصحبه أجمعين. أما بعد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. لا تحرك به لسانك لتعجل به إن علينا جمعه وقرآنه فإذا قرأناه فاتبع قرآنه ثم إن علينا بيانه كلا بل تحبون العاجلة وتذرون الآخرة وجوه يومئذ ناظرة إلى ربها ناظرة ووجوه يومئذ باسرة تظن أن يفعل بها فاقرة كلا إذا بلغت التراقي وقيل من راق وظن أنه الفراق
والتفت الساق بالساق إلى ربك يومئذ المساق. صدق الله العظيم. ബഹുമാനപ്പെട്ട സഹോദരങ്ങളെ, ക്ലാസ് റൂം വഴിയും മറ്റും ഇത് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന നല്ലവരായ സഹോദരങ്ങളെ, സർവശക്തനായ അല്ലാഹു നമ്മെ എല്ലാവരെയും അവന്റെ പ്രീതി സമ്പാദിച്ച് ലഭിച്ച് മരിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ. വിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ടുള്ള നമ്മുടെ പ്രവർത്തനം അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. ഇത് കാരണം അല്ലാഹു നമുക്ക് ഈമാനികമായ വെളിച്ചം പ്രദാനം ചെയ്യുമാറാവട്ടെ. പ്രത്യേകം പ്രാർത്ഥന കൊണ്ട് വസീയത്ത് ചെയ്ത ധാരാളം ആളുകളുണ്ട്, വിദേശത്തുള്ള സഹോദരങ്ങളുണ്ട്. അല്ലാഹു തആല അവരുടെയൊക്കെ എല്ലാവിധ പ്രയാസങ്ങളും അല്ലാഹു തീർത്തു കൊടുക്കുമാറാവട്ടെ. നമ്മിലും അതുപോലെ നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ ഭാര്യമാര്, നമ്മുടെ മക്കൾ, നമ്മോട് ബന്ധപ്പെട്ടവർ എല്ലാവരിലുമുള്ള എല്ലാവിധ രോഗങ്ങൾക്കും അല്ലാഹു പൂർണ്ണ ശമനം നൽകുമാറാവട്ടെ. പ്രത്യേകം പ്രാർത്ഥന കൊണ്ട് വസീയത്ത് ചെയ്തവരുണ്ട്, അവരുടെയും അവരുടെ ബന്ധുക്കളുടെയും ഒക്കെ അവർ ഉദ്ദേശിച്ചവരുടെ എല്ലാ രോഗങ്ങളും അല്ലാഹു പരിപൂർണമായി ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു തആല ഇത്തരം നല്ല പ്രവർത്തനങ്ങൾക്ക് പകരം സ്വർഗം പ്രദാനം ചെയ്യുമാറാവട്ടെ. ആമീൻ. സൂറത്തുൽ ഖിയാമയാണ് നമ്മൾ വിശദീകരിച്ചു വരുന്നത്. ഈ സൂറത്തിന്റെ ആദ്യ ഭാഗം 15 ആയത്തുകൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വിശദീകരിച്ചു. 16 മുതലുള്ള ആയത്തുകൾ ഇന്ന് ഓതി വച്ച ഭാഗം. 16 മുതൽ 30 കൂടിയ ചെറിയ ആയത്തുകളാണ് ഇന്ന് നമ്മൾ വിശദീകരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരുപാട് വിഷയങ്ങൾ വരുന്ന ഒരു ഭാഗമാണ് ഇന്ന് നമ്മൾ വിശദീകരിക്കുന്നത്. വിശുദ്ധ ഖുർആനിന്റെ അവതരണത്തിന്റെ ആദ്യഘട്ടത്തിൽ താൻ മറന്നു പോകുമോ എന്ന് ഭയന്നുകൊണ്ട് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഓതി കൊടുക്കുന്ന സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മലക്കിനോടുകൂടെ ഓതുകയും മടക്കി മടക്കി ഓതുകയും ഇടയിൽ കയറി ഇങ്ങനെയല്ലേ നിങ്ങൾ എനിക്ക് ഓതിത്തന്നത് എന്ന് ചോദിക്കുകയും ഒറ്റവാക്കിൽ ഒരു തരം വെപ്രാളം അള്ളാഹുവിന്റെ തിരുദൂതർക്ക് ഉണ്ടായ സന്ദർഭത്തിൽ അള്ളാഹു അവതരിച്ച ഭാഗമാണ് ഇന്ന് ഓതിവച്ച ആദ്യ ഭാഗം. അതിനുശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല ഐഹികമായ ജീവിതത്തെ അമിതമായി വാരി പുണരുന്നതിന്, ഇഷ്ടപ്പെടുന്നതിന്, അതോടുകൂടെ തന്നെ പരലോകത്തെ തള്ളിക്കളയുന്നവരെ അല്ലാഹു ആക്ഷേപിക്കുക. എന്നാൽ അതേസമയം നാളെ പരലോകത്ത് ഒരു വിഭാഗം നല്ല മുഖപ്രസന്നതയോടുകൂടെ വരുന്നത്, എന്നാൽ ഒരു വിഭാഗം മുഖം ആകെ ഇറുകി ചുളിഞ്ഞ് ആകെ വെപ്രാളപ്പെട്ട് അന്താളിച്ചു കൊണ്ടുവരുന്നതിനെ സംബന്ധിച്ച് സത്യവിശ്വാസി അല്ലാഹു എന്ന മഹാശക്തിയിലേക്ക് നോക്കുന്നതും തുടർന്ന് അല്ലാഹു പറയുന്നു. അപ്പൊ അല്ലാഹുവിന്റെ ലിഖാ, അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അല്ലാഹു എന്ന മഹാശക്തിയെ നാളെ സ്വർഗത്തിൽ വെച്ച് ഒരു മുഅ്മിന് കാണുന്ന വിഷയം, അത് ഇതിൽ വരുന്നത്. ഇന്ന് നമ്മൾ ഓതിവെച്ച അവസാന ഭാഗത്ത് ഏതൊരു മനുഷ്യനും വരാൻ പോകുന്ന ഒരു കാര്യം, ആർക്കും ഒഴിഞ്ഞു മാറാൻ കഴിയാത്ത, ഇത് തന്റെ വേർപാട് തന്നെയാണെന്ന് ആർക്കും ബോധ്യം വരുന്ന ഒരു സന്ദർഭമുണ്ട്. ഇപ്പൊ നമുക്ക് വന്നിട്ടില്ല. നമ്മുടെ ആത്മാവിനെ പിടിക്കുന്നത് തുടങ്ങി വെക്കുന്ന ആ സന്ദർഭം, ഇനി അതിൽ നിന്ന് കുതറി മാറാൻ കഴിയില്ല എന്ന് ആ മരണത്തിന്റെ വേളയിൽ ഏതൊരാൾ ഉറപ്പിക്കുന്നൊരു സമയം, ഒരു നെടും ഖേദത്തിന്റെ സമയം. ആ സന്ദർഭത്തിൽ 2 കാലുകൾ അസ്വസ്ഥനായി അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടിപ്പിണക്കുന്ന ആ ഘട്ടം,
അതിനെ അല്ലാഹു തആല ഓർമ്മപ്പെടുത്തുകയാണ് ഇന്ന് നമ്മൾ ഓതിവച്ച ആയത്തിന്റെ അവസാനം. വളരെയധികം ശ്രദ്ധിക്കേണ്ട ഭാഗങ്ങളാണ് ഞാൻ ചുരുക്കി വിശദീകരിക്കാം. നല്ല ശ്രദ്ധയോടുകൂടെ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ഇന്ന് നിങ്ങൾ ആദ്യം ഉണർത്താനുള്ളൊരു കാര്യം, നമ്മുടെ തെന്നലയിലുള്ള ഒരു സഹോദരൻ നജീം എന്ന് പറയുന്ന നമ്മുടെ ഒരു സഹോദരൻ സ്ഥിരമായിട്ട് ജിദ്ദയിൽ ക്ലാസ് റൂം വഴി നമ്മുടെ ഈ പരിപാടി ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സഹോദരന് തന്റെ ഉമ്മാന്റെ ജ്യേഷ്ഠതയ്ക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണമെന്ന് നേരത്തെ അറിയിച്ചിരുന്നു. ഈ സംവിധാനത്തോടുള്ള താല്പര്യം കാരണം അദ്ദേഹം നമ്മുടെ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന ആളുകൾക്ക് ഒരു ഭക്ഷണം കൊടുക്കണമെന്ന് അദ്ദേഹം നേരത്തെ കഴിഞ്ഞ ആഴ്ച വിളിച്ചു പറഞ്ഞ് ഇന്ന് അതിവിടെ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ക്ലാസ് കഴിഞ്ഞ് പോകുന്ന സമയത്ത് അത് കഴിച്ചിട്ട് വേണം എല്ലാവരും പോകാൻ, വൈകൂല. അതുകൊണ്ട് ഒരുപാട് ഉണ്ടായിട്ടൊന്നല്ല നമ്മുടെ സഹോദരങ്ങൾ ജീവിതത്തിന്റെ രണ്ടറ്റം മുട്ടിക്കാനാണ് നമ്മുടെ പല സഹോദരങ്ങളും ഗൾഫിൽ പോയി കഠിനാധ്വാനം ചെയ്ത് ജോലി ചെയ്യുന്നത്. പക്ഷെ എന്നാലും അവരുടെ മനസ്സ് ഇത്ര നല്ല ദീനീ കാര്യങ്ങളോട് ഉണ്ട് എന്നുള്ളത് വളരെ സന്തോഷകരമായൊരു കാര്യമാണ്. ആ സഹോദരൻ നേരിട്ട് വിളിച്ചറിയിച്ചു. അതിനുള്ള അറേഞ്ച്മെന്റുകൾ ഇന്ന് ഇവിടെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് ഇത് കഴിഞ്ഞിട്ട് ഒരല്പം വിശാലമായിട്ട് ഒരുക്കിയ ആ ചായയും മറ്റൊക്കെ കഴിച്ചിട്ട് വേണം എല്ലാ ആളുകളും പോകാൻ എന്നുള്ള കാര്യം പ്രത്യേകം നിങ്ങളെ ഉണർത്തുകയാണ്. ആ സഹോദരന്റെ മാതാവിന്റെ സഹോദരി, നമ്മുടെ മാതാക്കളുടെ സഹോദരിമാര് നമ്മുടെ ഉമ്മാന്റെ സ്ഥാനത്താണ്, നമ്മുടെ ഉപ്പാന്റെ സഹോദരങ്ങള് ഉപ്പാന്റെ സ്ഥാനത്താണ്. അപ്പൊ സ്വന്തം മൂത്തമ്മക്ക് വേണ്ടി രോഗം മാറാൻ ദ്വാരക്കണം. അല്ലാഹു തആല അവരുടെ രോഗത്തിന് പരിപൂർണമായ ശമനം നൽകുമാറാവട്ടെ. അതുപോലെ ആ സഹോദരനിൽ നിന്ന് മരിച്ചുപോയ വല്യപ്പന്മാരുടെ പേരിൽ പ്രത്യേകം ദ്വാരക്കാനും അറിയിച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന്റെ മരണപ്പെട്ടു പോയ അദ്ദേഹം ഉദ്ദേശിച്ചവരുടെ ഖബറിലേക്ക് അള്ളാഹു അതിന്റെ പ്രതിഫലം എത്തിച്ചു കൊടുക്കുമാറാവട്ടെ. ആമീൻ എന്ന് പ്രത്യേകം ദുആ ചെയ്യണം. ഇൻഷാ അല്ലാഹ് നമുക്ക് ലാസ്റ്റ് ദുആ ചെയ്യാം. ഇന്ന് നമ്മൾ ഓതി വെച്ച ഭാഗം, നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഭാഗം നമുക്ക് വളരെ ചുരുക്കി വിശദീകരിക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. لا تحرك به لسانك لتعجل به إن علينا جمعه وقرآنه فإذا قرأناه فاتبع قرآنه ثم إن علينا بيانه. അല്ലാഹു പറയുന്നു, ലാ തുഹർരിക് ബിഹി ലിസാനക ലിതഅജല ബിഹി. നബിയെ, താങ്കൾ ധൃതി പിടിച്ച് ഖുർആൻ കരസ്ഥമാക്കുന്നതിന് താങ്കളുടെ നാവിനെ ചലിപ്പിക്കേണ്ടതില്ല. ഇന്ന അലൈനാ ജംഅഹു വ ഖുർആന. താങ്കളുടെ മനസ്സിൽ ഈ ഓതിത്തരുന്നതിനെ ഒരുമിച്ച് കൂട്ടലും താങ്കൾക്ക് ഓതിത്തരലും നമ്മുടെ ബാധ്യതയാണ്. ഫഇദാ ഖറഅനാഹു ഫത്തബിഅ ഖുർആന. വിശുദ്ധ വചനങ്ങൾ നാം താങ്കൾക്ക് ഓതിത്തരുമ്പോൾ അതിനെ താങ്കൾ പിൻപറ്റുക. സുമ്മ ഇന്ന അലൈനാ ബയാന. ആ വചനങ്ങളെ വിശദീകരിച്ച് തരുന്ന ബാധ്യത നമുക്കുള്ളതാണ്. നിങ്ങൾ പ്രയാസപ്പെടേണ്ടതാണ്. അള്ളാഹുവിന്റെ തിരുദൂതർക്ക് വഹ്യ വരുന്ന ആദ്യഘട്ടത്തിൽ നബിന്റെ മനസ്സിലെന്താ? ഇത് ഖുർആനാണ്. തൗറാത്ത് പോലെ ഇഞ്ചീല് പോലെയല്ല. കാരണം തൗറാത്ത് ഇഞ്ചീല് അതാത് കാലഘട്ടത്തിലേക്ക് മാത്രമായിരുന്നു. അവസാനത്തെ പ്രവാചകനായതുകൊണ്ട് ഇത് അവസാന ഗ്രന്ഥമാണ്. അപ്പൊ ലോകത്ത് അവസാനം വരുന്ന ആൾക്ക് കൂടിയുള്ള ഗ്രന്ഥം. ഇത് മക്കക്കാർക്ക് മാത്രമല്ല, മദീനക്കാർക്കോ തോയിഫുകാർക്കോ മാത്രമല്ല, ലോകത്തിനാകമാനം സത്യവിശ്വാസികൾക്ക് മൊത്തത്തിലാണ്. കാലാകാലം നിലനിൽക്കണം. അതുകൊണ്ട് തന്നെ ഇത് പിഴക്കാൻ പാടില്ല. അപ്പൊ നബിയുടെ മനസ്സിൽ ആദ്യഘട്ടത്തിൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഓതിത്തരുമ്പോ താനങ്ങനെ മറക്കോ, പിഴക്കോ? അപ്പൊ സതുദ്ദേശത്തോടുകൂടെ അള്ളാഹുവിന്റെ തിരുദൂതർ മലക്കിങ്ങനെ ഓതി കൊടുക്കുമ്പോ അതിങ്ങനെ ഓതും. മലക്ക് ഓതി കൊടുക്കുന്ന സമയത്ത് നബി ഇങ്ങനെ ഓതും, നാവിനെങ്ങനെ ചലിപ്പിക്കും, ഇടക്ക് കേറി ചോദിക്കും, ഇങ്ങനല്ലേ? ഈ സന്ദർഭത്തിലാണ് അള്ളാഹു ആയത്തിറക്കിയത്, ലാ തുഹദ്ദിഖ് ബിഹി ലിസാനക. നബിയെ, താങ്കളുടെ നാവിനെങ്ങനെ ചലിപ്പിക്കേണ്ടതില്ല. എന്തിന്? ലിതഅജല ബിഹി. ധൃതി പിടിച്ച് ഇത് കരസ്ഥമാക്കുന്നതിന് വേണ്ടി
നബിയുടെ മനസ്സിൽ മറക്കോന്നുള്ളൊക്കെ ചിന്തണ്ട്. സബീ സൂറത്തിലും അല്ലാഹു പറഞ്ഞില്ലേ, സനുഖരിഉക ഫലാ തൻസാ, നബിയെ താങ്കൾക്ക് നാം ഓതിത്തരും, താങ്കൾ ഒരിക്കലും മറന്നു പോകില്ല. നബിയെ സമാധാനിപ്പിക്കാം. നമ്മളിപ്പോ ഈ കടയിലേക്കൊക്കെ സാധനം വാങ്ങാനൊക്കെ കുട്ടികളെ പറഞ്ഞേക്കുകയാണെങ്കിൽ എഴുതിയിട്ടില്ലെങ്കിൽ ഒരു പറഞ്ഞിങ്ങനെ പോവായിരിക്കും. 1 കിലോ പഞ്ചസാരയും ഒരു 50 ഗ്രാം കടുകും ഒരു 5 കിലോ അരിക്കും ഒരു കുട്ടിയെ പറഞ്ഞേക്കുകയാണെങ്കിൽ ഓന് എഴുതിയിട്ടില്ലെങ്കിൽ അതും പറഞ്ഞാൽ പോവാ. 1 കിലോ പഞ്ചസാര, 50 കടുക്, 5 കിലോ അരി. കുറച്ച് കഴിഞ്ഞാൽ സൈക്കിളിൽ പോവാണെങ്കിൽ പിന്നെയും ഒന്നിങ്ങനെ പറയും, മറക്കാതിരിക്കാൻ വേണ്ടി. അതിന്റെ ഇടയിൽ സൈക്കിളൊക്കെ മറിഞ്ഞ് എന്തിലൊക്കെ ബുദ്ധിമുട്ടായാൽ ചിലപ്പോൾ ഇതൊക്കെ ആകെ മറിയും. കടയിൽ ചെന്നിട്ട് ചിലപ്പോൾ 5 കിലോ കടുകും 50 ഗ്രാം അരിയും 1 കിലോ പഞ്ചസാര ഇതാകെ തകടം മറിയും. നമ്മളൊക്കെ ഉണ്ട് ചെറുപ്പത്തിലൊരു സ്വഭാവം ഇങ്ങനെ പറഞ്ഞു പോവാൻ, അല്ലെങ്കിൽ ആകെ മാറിപ്പോ. അതുപോലെ കരുതണ്ട. എന്നാലും അള്ളാന്റെ തിരുദൂതർക്ക് ഞാൻ മറക്കും. നിഷ്കളങ്കനാണ് അള്ളാന്റെ തിരുദൂതർ, ഒരു പിഴവും വരാൻ പാടില്ലല്ലോ. പക്ഷെ അള്ളാന്റെ റസൂലിന്റെ വലിയൊരു മുഅ്ജിസത്ത് അള്ളാഹു കൊടുത്തൊരു സംഗതി നബിക്കൊരിക്കലും കാണാതെ പഠിക്കേണ്ട ഒരു ആവശ്യമില്ല. അപ്പൊ നമ്മെ സംബന്ധിച്ചിടത്തോളം ഇന്നാ അഴുപ്പൊയിനാക്ക സൂറത്ത് നമുക്ക് കാണാതെ പറയണമെങ്കിൽ അത് നമ്മൾ ഒരുപാട് ആവർത്തി ഓതണം. നബിയെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ആവശ്യമില്ല. ഒരായത്ത് ജിബ്രീൽ എന്ന മലക്കൻ ഓതിക്കൊടുത്താൽ, അല്ലെങ്കിൽ ഒരു സൂറത്തൻ ഓതിക്കൊടുത്താൽ അത് അങ്ങനെ തന്നെ മനസ്സിലാണ് പതിഞ്ഞു. അത് വഹി എഴുത്തുകാർക്ക് നബി ഓതിക്കൊടുക്കും. വഹി എഴുത്തുകാർ കൃത്യമായിട്ട് അത് കേൾക്കുകയും അത് അവർ മനഃപ്പാഠമാക്കുകയും അത് അവർ രേഖപ്പെടുത്തി വെക്കുകയും ചെയ്യും. എങ്ങനെയാണ് നബി ഓതുന്നതെന്ന് കൃത്യമായിട്ട് അവർ നോക്കും, ഇല്ലെങ്കിൽ പഴച്ചു പോകും. കാരണം ഇതൊരു ഗുരുമുഖത്തുനിന്ന് കേൾക്കണം. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം നബി തങ്ങൾക്ക് ഓതിക്കൊടുക്കുന്ന അതേ രൂപത്തിലാണ് നബി തങ്ങൾ സ്വഹാബത്തിന് ഓതിക്കൊടുത്തത്. അത് കൈമാറി വന്നാൽ നമ്മൾ, അല്ലെങ്കിൽ അലിഫ്-ലാം മീം ഒന്നും ഓതാൻ കഴിയില്ല. അലമ എന്നോതും അല്ലെ, അലിഫ്-ലാം മീം എന്ന് കൃത്യമായിട്ട് ഓതാൻ കഴിയില്ല. അലമ എന്നോ അലിഫ്-ലാം മീം റ എന്നുള്ളത് അലമാറ എന്നൊക്കെ വായിക്കും, ഒരു ഗുരുമുഖത്ത് നിന്നല്ലെങ്കിൽ. അപ്പൊ അത് കൃത്യമായിട്ട് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഓതിക്കൊടുത്തത് നബിതങ്ങൾ കേട്ട് നബിതങ്ങൾ സ്വഹാബത്തിന് ഓതിക്കൊടുത്ത് അങ്ങനെ വന്നു. അപ്പൊ അത് അങ്ങനെ തന്നെ നമ്മൾ മറിയം സൂറത്തിന്റെ ആദ്യമൊക്കെ എന്താ എന്നാലും പെടക്കൂല, അല്ലെങ്കിൽ അത് കേൾക്കാതെ അക്ഷരം പഠിച്ചത് കൊണ്ട് മാത്രം ഖുർആൻ ഓതാൻ കഴിയില്ല. അക്ഷരം കൊണ്ടാ തുടങ്ങും. അലിഫ് ലാം മീം, അല്ലാഹുവിന്റെ ചുരുക്കമാണ് അലിഫ്. ലത്തീഫിന്റെ ചുരുക്കമാണ് ലാം, മജീദിന്റെ ചുരുക്കമാണ് മീം. അപ്പൊ അസ്മാഉൽ ഹുസ്നയുടെ താക്കോലാണ്. അവര് പ്രാർത്ഥന കൂടി അതിൽ വരുന്നു. അള്ളാഹുവിൽ നിന്ന് ജിബ്രീൽ എന്ന മലക്ക് മുഖേന മുഹമ്മദ് നബിയിലേക്ക്, അങ്ങനെയാണ്. ആവട്ടെ, എന്തായിരുന്നാലും നോക്കൂ, ഓരോ വചനങ്ങൾ ഇങ്ങനെ നബി തങ്ങൾക്ക് ഓതിക്കൊടുക്കുമ്പോ നബി അത് മറക്കൂല. അള്ളാന്റെ തിരുദൂതരെ അള്ളാഹു സമാധാനിപ്പിക്കാം. സനുഖരിഉക, നബിയെ താങ്കൾക്ക് നാം ഓതിത്തരും, ഫലാ തൻസാ, താങ്കൾ ഒരിക്കലും മറക്കില്ല. നമ്മുടെ കുട്ടികൾക്കൊക്കെ ചിലപ്പോൾ ഹിഫ്ള് തീരണ്ടാവും. ചില കുട്ടികൾക്ക് തീരെ മണ്ടിയിൽ നിൽക്കൂല, അങ്ങനെ പരാതി പറയും, അടിച്ചിട്ട് കാര്യമില്ല. അത്തരം കുട്ടികൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് സബ്ബിഹിസ്മ സൂറത്ത് കൃത്യമായിട്ട് ഓതുക. സനുഖരിഉക ഫലാ തൻസാ എന്നെത്തുമ്പോ കൈ മൂർദാവിൽ വെച്ചിട്ട് വലത് കൈ വെച്ചിട്ട് അത് 7 വട്ടം ഓതുക. എന്നിട്ട് ബാക്കിയാണ് ഓതിപ്പോ സബ്ബിഹിസ്മ ഓതുക. സനുഖരിഉക എത്തുമ്പോ കൈ തലയിൽ വെക്കുക, എന്നിട്ട് എന്ത് ചെയ്യാം, അത് 7 വട്ടം ഓതുക. എന്നിട്ട് ബാക്കി ആണ് ഓതിപ്പോ. അള്ളാന്റെ തിരുദൂതനോട് താങ്കൾ മറന്നു പോകില്ല എന്ന് പറയുന്ന ആ ഭാഗം, അതിന്റെ ബറക്കത്ത് കൊണ്ട് നമുക്ക് ഹിഫ്ള് വർദ്ധിക്കാൻ വേണ്ടിയാണ്. കുട്ടികൾക്ക് മാത്രമല്ല, കുട്ടികളുടെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. ഏതായിരുന്നാലും ഇത് സംബന്ധമായി അള്ളാഹു തആല ഖുർആനിൽ വേറെ ചില ഭാഗങ്ങളിലൂടെയും പറയുന്നുണ്ട്. വിശുദ്ധ ഖുർആനിൽ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ സംബന്ധമായിട്ട് ത്വാഹ സൂറത്തിൽ പറയുന്നുണ്ട്. ആ ഭാഗം ഓതി കേൾപ്പിക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വകദാലിക അൻസൽനാഹു ഖുർആനൻ അറബിയ്യ വസറഫ്നാ ഫീഹി മിനൽ വഈദി ലഅല്ലഹും യത്തഖൂൻ ഔ യുഹ്ദിസു ലഹും ദിക്റാ فتعالى الله الملك الحق ولا تعجل بالقرآن من قبل أن يقضى
മിൻ ഖബ്ലി അൻ യുഖ്ളാ ഇലൈക വഹ്യുഹു വഖുർ റബ്ബി സിദ്നി ഇൽമാ വകദാലിക അൻസൽനാഹു ഖുർആനൻ അറബിയ്യാ. അപ്രകാരം അറബി ഭാഷയിലുള്ള വിശുദ്ധ ഖുർആനിനെ നബിയെ താങ്കൾക്ക് നാം ഇറക്കി തന്നിരിക്കുന്നു. وصرفنا فيه من الوعيد لعلهم يتقون أو يحدث لهم ذكرا. മാത്രമല്ല താക്കീതുകളെ പരിശുദ്ധമായ ഖുർആനിൽ നാം വിശദീകരിച്ചിരിക്കുന്നു. എന്തിന്? നിങ്ങൾ മുത്തഖീങ്ങൾ, ആളുകൾ മുത്തഖീങ്ങളാകുന്നതിന് വേണ്ടി, അല്ലാഹുവെ സൂക്ഷിക്കുന്നതിന് വേണ്ടി. എന്നിട്ട് അല്ലാഹു ഇങ്ങനെ പറഞ്ഞു, ഫതആല അല്ലാഹുൽ മലികുൽ ഹഖ്. യഥാർത്ഥ രാജാവായ അല്ലാഹു അവൻ ഉന്നതനാണ്. യഥാർത്ഥ രാജാവ് അല്ലാഹുവാണ്. രാജാക്കന്മാർ ഒരുപാടുണ്ടെങ്കിലും അവർക്കുള്ള അധികാരമൊക്കെ അല്ലാഹു കൊടുത്തത്. യഥാർത്ഥ രാജാവ് അല്ലാഹു. എന്നിട്ട് അല്ലാഹു പറയുന്നത്, വലാ തഅജൽ ബിൽ ഖുർആനി മിൻ ഖബ്ലി അൻ യുഖ്ളാ ഇലൈക വഹ്യു. ദിവ്യബോധനം താങ്കളിലേക്ക് കൃത്യമായി നിർവഹിക്കപ്പെടുന്നതിന് മുമ്പ് നബിയെ ഖുർആൻ കൊണ്ട് താങ്കൾ ധൃതി പിടിക്കേണ്ടതില്ല. ആയത്തുകൾ ഇറങ്ങുന്ന സമയത്ത് അള്ളാഹുവിന്റെ ആ ബോധനം അത് പൂർത്തിയാകുന്നതിന് മുമ്പ് അങ്ങ് ധൃതി കാണിക്കേണ്ടതില്ല. മടക്കി മടക്കി ഓതി എടികറി ചോദിച്ച് അതിനൊന്നും ആവശ്യമില്ല, ധൃതി കാണിക്കണ്ട. വഖുർ റബ്ബി സിദ്നി ഇൽമാ. അങ്ങ് എന്ത് പറയണം? നാദാ എനിക്ക് അറിവിനെ ഏറ്റിത്തരേണമേ എന്ന് അങ്ങ് പറഞ്ഞാൽ മതി. വഖുർ റബ്ബി സിദ്നി ഇൽമാ. നാദാ എനിക്ക് അറിവിനെ ഏറ്റിത്തരേണമേ എന്ന് താങ്കൾ പറഞ്ഞോളൂ. ആ ആയത്തിൽ ഈ ആയത്തിനോട് ബന്ധപ്പെട്ടു എന്ന് മാത്രമല്ല, വളരെ ശ്രദ്ധേയമായൊരു പോയിന്റ് അല്ലാഹു തആല നബിയോട് പോലും പറഞ്ഞത് അറിവിനെ ഏറ്റിത്തരാൻ വേണ്ടി ദുആർക്കാൻ. നമ്മളൊക്കെ എന്തെങ്കിലുമൊക്കെ പഠിക്കുമ്പോഴേക്ക് അത്യാവശ്യമൊക്കെ ആയി എന്നുള്ളൊരു നിലപാടാണ്. നിസ്കാരത്തെ പറ്റി ഇപ്പോൾ ഒരു കാര്യം കേൾക്കണമെങ്കിൽ നിസ്കാരത്തെ പറ്റിയൊക്കെ അത്യാവശ്യം അറിയാലോ എന്നുള്ളൊരു ധാരണ. എന്റെ നാട്ടിലെ പള്ളിയിൽ ഒരിക്കൽ ഒരു ദർസിൽ പഠിക്കുന്ന ചെറിയൊരു കുട്ടി വഴന്നു പറയുന്നു. കുറെ മുമ്പാണ്. ആ കുട്ടി വഴന്നു പറയാൻ വേണ്ടി ഒരു പരിശീലനത്തിന് വന്നതാണ്. അപ്പോ ആ കുട്ടി നിസ്കാരത്തെ പറ്റിയാണ് പറയാൻ തുടങ്ങിയപ്പോ ഒരു കാരണവര് വയസ്സായ ആളുണ്ട്. എല്ലാത്തിനും ഇങ്ങനെ ചുഴിഞ്ഞു നോക്കുന്ന ആൾക്കാരാണ്, ചൂഴ്ന്നു നോക്കുന്ന ആൾക്കാരാണ്. ഇദ്ദേഹം ഈ കുട്ടിയോട് പറഞ്ഞു, നിനക്ക് വേറെ വല്ലതും പറയണ്ടോ? എല്ലാരും വന്നാലും അസ്സലാത്തു ഇമാദത്തി ഇതെന്നെ പറയണം, നിങ്ങൾ വേറെ ഏതെങ്കിലും വിഷയം പറയും. അപ്പൊ ഈ കുട്ടി ആളൊരു വളവനാണ്. കുട്ടി ഇയാളോട് ചോദിച്ചു, നിസ്കാരത്തെ പറ്റിയൊക്കെ ഇതാക്കാനൊക്കെ എല്ലാം അറിയാമോ? ആ നിസ്കാരത്തെ പറ്റിയൊക്കെ അത്യാവശ്യം അറിയാം, നിങ്ങൾ വേറെ വല്ല വിഷയം പറയും. അതിൽ ഈ കുട്ടി പരസ്യമായിട്ട് പറഞ്ഞു, ഞാനും ഒരു ചോദ്യം ചോദിക്കാം, അതിന്റെ ഉത്തരങ്ങൾ പറഞ്ഞാൽ ഞാൻ വിഷയം മാറ്റിക്കൊള്ളാം. നിസ്കാരത്തെ പറ്റിയാ ചോദിക്കാം. ആയിക്കോട്ടെ ചോദിച്ചോ. അതിൽ കുട്ടി ചോദിച്ചു, ഒരാള് ലോഹർ നിസ്കരിക്കുമ്പോ ആദ്യത്തെ അത്തഹിയ്യാത്ത് ഓതിപ്പോയി, ഇനി എന്തായാലും കാട്ടാന്ന് വെച്ചു. ആദ്യത്തെ അത്തഹിയ്യാത്ത് ഓതിയ മൂന്നാമത്തെ റക്അത്തിൽ എഴുന്നേൽക്കണം. അതാണ് ഉത്തരം പറയേണ്ടത്. പക്ഷെ ഇയാൾ ബേജാറായി ഇത് കേട്ടത്. അതിപ്പോ എനിക്കത്ര അറിയില്ല. ഈ കുട്ടി പറഞ്ഞു, ഞാൻ നിസ്കാരത്തെ പറ്റിനെ പറയാം. ആദ്യത്തെ അത്തഹിയ്യാത്ത് കഴിഞ്ഞാൽ പിന്നെ മൂന്നാമത്തെ റക്അത്തിലേക്ക് എഴുന്നേൽക്കുക എന്ന് പോലും നിങ്ങൾക്ക് അറിയില്ല. അപ്പൊ അങ്ങനെ ചോദിച്ചപ്പോ അതിൽ എന്തുണ്ടെന്ന് കരുതി ബേജാറായതാണ്, പേടിച്ചു പറയാം. ആചാര്യ വളവന്മാർക്ക് ആചാര്യ വളം കുട്ടികളും വേണ്ടി. എന്തായാലും ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ എല്ലാം തികഞ്ഞു എന്നുള്ള ഒരു ധാരണ പലപ്പോഴും അതുണ്ടാകരുത്. കാരണം നബിയോട് പോലും, നബിക്ക് അക്ഷരജ്ഞാനമില്ലാത്ത ഒരു നിരക്ഷര കുക്ഷിയായിരുന്നെങ്കിലും അള്ളാന്റെ തിരുദൂതർ വലിയ വിവരമുള്ള ആളായിരുന്നു, അറിവുണ്ടായിരുന്നു. അങ്ങനെയുള്ള നബിയോട് പോലും അല്ലാഹു തആല പറഞ്ഞത്, വഖുർ റബ്ബി സിദ്നി ഇൽമാ, ഇൽമിനെ ഏറ്റിത്തരേണമേ എന്ന് ദുആ ചെയ്തോളൂ. അതുകൊണ്ടാണ് നമ്മൾ ഖുർആൻ ക്ലാസ്സിലൊക്കെ വളരെ സജീവമായിട്ട് വരുന്നത്. ചില ആളുകളുണ്ട് എല്ലാ പരിസരത്തുള്ള ക്ലാസ്സുകളിലേക്കൊക്കെ വരും. ഇത് എത്ര വന്നാലും തീരൂല, എത്ര കേട്ടാലും തീരൂല. ഇനി ആവർത്തനം വന്നാൽ പോലും ഖുർആനല്ലേ. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്.
അറിവ് നേടുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതാണ് സഹോദര നമ്മുടെ വലിയ സമ്പത്ത്. നമ്മൾ ദുനിയാവിൽ സമ്പാദിക്കുന്നതിനേക്കാൾ വലിയ സമ്പത്ത് ഏതാണ്? പരിശുദ്ധ ഖുർആനിൽ നിന്ന് വല്ലതും നമ്മൾ പഠിക്കുന്നതാണ്. ഏറ്റവും വലിയ സമ്പത്ത് അതാണ്, നമ്മൾ ആ പഠിക്കുന്നതാണ്. എന്തുകൊണ്ട്? ദുനിയാവിൽ വെച്ച് സമ്പാദിച്ചത് അത് കള്ളന്മാർക്ക് മോഷ്ടിക്കാൻ കഴിയും. അതേ സമയത്ത് അറിവ് നമ്മൾ നേടുന്നത് കള്ളന്മാർക്ക് മോഷ്ടിക്കാൻ കഴിയില്ല. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ആ വിഷയം പഠിപ്പിച്ചിട്ടുണ്ട്. ദുനിയാവിലെ നമ്മുടെ സമ്പത്ത് അത് ചെലവഴിക്കുമ്പോൾ അങ്ങനെ തീർന്നു പോകും. ഇൽമ് നമ്മൾ എത്ര പറഞ്ഞു കൊടുത്താലും അത് തീർന്നു പോകില്ല, നമുക്ക് വർദ്ധിക്കുകയായിരിക്കും. സഹോദര, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ടതുണ്ട്. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ തിരുദൂതരോട് പോലും അള്ളാഹു പറഞ്ഞത് വഖുർ റബ്ബി സിദ്നി ഇൽമാ, ഇൽമിനെ എനിക്ക് ഏറ്റിത്തരണേ എന്ന് നബിയെ താങ്കൾ പറയണം. അങ്ങനെ പറയാൻ വേണ്ടിയാ പറയാം. എന്തായിരുന്നാലും അള്ളാഹുവിന്റെ തിരുദൂതരോട് അള്ളാഹു പറയണം, വിശുദ്ധ ഖുർആൻ നമ്മൾ ഓതിത്തരും, അങ്ങ് ധൃതി പിടിക്കേണ്ടതില്ല, അതിനുവേണ്ടി നാവിനെ ചലിപ്പിക്കേണ്ടതില്ല. അള്ളാഹ് പറയുന്നത് ഇന്നാ അലൈനാ ജംഅഹു വഖുർആന, അതിനെ ഓതിത്തരലും താങ്കളുടെ മനസ്സിൽ അതിനെ ഒരുമിച്ച് കൂട്ടലും നമ്മുടെ ബാധ്യതയാണ്. ഈ 6000-ലധികം ആയത്തുകൾ 23 കൊല്ലം കൊണ്ട് നബിയിലേക്ക് കൊടുക്കുമ്പോൾ ഒരു കാരണവശാലും നബി തങ്ങൾ അതിൽ ഒന്നുപോലും വിട്ടുപോകൂല. അത് നിങ്ങളെ ഹൃദയത്തിൽ നമ്മൾ ഉറപ്പിച്ചു നിർത്തും. നമ്മളെ ബാധ്യത നിങ്ങളിത് പേടിക്കേണ്ടതില്ല. അതോടുകൂടെ തന്നെ ഓതിത്തരേണ്ട ബാധ്യതയും നമുക്കാണ്. ഓത്ത് വളരെ പ്രധാനമാണ്. പരിശുദ്ധ ഖുർആൻ മറ്റുള്ളത് പോലല്ല, അത് അതിന്റേതായ ശൈലിയിൽ തന്നെ ഓതണം. അതിന്റേതായ ശൈലിയിൽ തന്നെ ഓതണം. പരിശുദ്ധ ഖുർആനിലും അല്ലാഹു തആല അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, നബി തങ്ങളും പഠിപ്പിച്ചത് അങ്ങനെ. അല്ലാഹുവിന്റെ തിരുദൂതർ പറഞ്ഞില്ലേ, മല്ലം യതഗന്ന ബിൽ ഖുർആനി ഫലൈസ മിന്നാ, നല്ല ഈണത്തിൽ ഖുർആൻ ഓതാത്തവർ നമ്മിൽ പെട്ടവരല്ല. നല്ല ഈണത്തിൽ ഓതണം. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ളവരൊക്കെ നല്ല ഈണത്തിൽ ഖുർആൻ ഓതുമ്പോൾ അല്ലാഹുവിന്റെ തിരുദൂതർ പ്രത്യേകം അവരെ പ്രശംസിച്ചിരുന്നു. എന്താ കാരണം? ഖുർആൻ ഓതുമ്പോൾ അതിൻ്റെതായ നല്ല ഈണത്തിൽ നല്ല ശൈലിയിൽ ഓതണം. ഓത്ത് നമ്മൾ ശ്രദ്ധിച്ച് കേൾക്കുന്നു. ഇന്നലെ രാത്രി ഞാൻ ഖുർആൻ ക്ലാസ്സിന് ചെന്നപ്പോ വളരെ ദൂര സ്ഥലത്തേക്ക് തന്നെ ഇങ്ങനെ അവിടെ നിന്ന് ഒഴുകി വരുന്നുണ്ട്. പോകുമ്പോൾ നമ്മൾ കേൾക്കുന്നുണ്ട് കാസറ്റിലൂടെ. അൽ-ബഖറ സൂറത്തിന്റെ ഒരു ഭാഗം ഇങ്ങനെ ഉഷാറായിട്ട് ഓതുന്നത്. ഞാൻ സംഘാടകരോട് പറഞ്ഞു, ഒന്ന് പുറത്തേക്ക് വിടുന്നത് അത്ര ഉചിതല്ല, രണ്ട് അഥവാ നമ്മളങ്ങനെ വെക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് കേട്ടിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഓത്ത് വിട്ടാൽ മതി. ഇനി ഇന്ന് ഖുർആൻ ക്ലാസ് ഉണ്ട് എന്നുള്ള അറിയിപ്പിനാണെങ്കിൽ നല്ല ഏതെങ്കിലും മാപ്പിളപ്പാട്ടോ നമ്മുടെ സമസ്തയുടെ കീഴിലൊക്കെ ഇറങ്ങിയ നല്ല ഇസ്ലാമിക ഗാനങ്ങളോ അങ്ങനെ എന്തെങ്കിലും കാസറ്റ് വിട്ടാൽ മതി. നമ്മൾ ഖുർആന് നമ്മൾ കാസറ്റ് ഇട്ടാൽ അതിനോട് ശ്രദ്ധിച്ച് കേൾക്കണം. നമുക്കൊരു സ്വഭാവമുണ്ട്. ഇപ്പൊ നമ്മളൊരു കാറിൽ പോവുകയാണെങ്കിൽ നമ്മൾ ഖുർആന്റെ ഓത്തിട്ടാണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കണം. ഇല്ലെങ്കിൽ ഖുർആന്റെ ആയത്തുകൾ എപ്പോഴും അങ്ങനെ ആവണം. ഉമർ റളിയല്ലാഹു അൻഹു യാത്ര പോകുമ്പോൾ ഒരു സ്വഹാബി ഓതുന്നത് കേട്ടപ്പോ ഉടനെ തന്നെ ഒട്ടകത്തെ അവിടെ പിടിച്ചു നിർത്തി. ജനനെ അവഗണിച്ച് പോകാൻ പാടില്ല. വത്തൂരി സൂറത്ത് ഓതാൻ തുടങ്ങി അത് കേട്ട ഉടനെ തന്നെ ഒട്ടകത്തെ അവിടെ പിടിച്ചു നിർത്തി. അദ്ദേഹം ഇങ്ങനെ കേട്ടു. അവസാനം 8 ആയത്ത് ആയപ്പോഴേക്ക് ഉമർ റളിയല്ലാഹു അൻഹു തളർന്നു പോയി. ദിവസങ്ങളോളം അദ്ദേഹത്തിന് ജമാഅത്ത് പോലും മുടങ്ങിയതാണ്. ആ വീഴ്ചയിൽ പരിക്ക് പറ്റി. അത്രത്തോളം നമുക്ക് കഴിയൂല. അത്രത്തോളം മനസ്സൊരു പക്ഷെ പൊട്ടാത്തത് നമുക്ക് അതിന് മാത്രമുള്ള പവറുള്ള ഈമാനില്ലാത്തതുകൊണ്ട്. പക്ഷെ ഒരു കാരണവശാലും ഖുർആന്റെ ഓത്തിനെ അവഗണിക്കരുത്. അശ്രദ്ധമായിട്ട് വിടാൻ പാടില്ല എന്നല്ല. നമ്മളൊരു അറിയിപ്പിന് വേണ്ടിയിട്ടാണ് പല സ്ഥലങ്ങളിലും എന്തെന്ന് ഓത്ത് വിടുന്നത്. നമ്മൾ ശ്രദ്ധിച്ച് കേട്ടിരിക്കണം. അർത്ഥം തിരിയുന്നില്ലെങ്കിലും ഖുർആന്റെ വചനങ്ങൾ കേൾക്കുന്നത് ഇബാദത്താണ്. അർത്ഥം കേട്ടാൽ വളരെ നന്നായി. ഇൻഷാ അല്ലാഹ് മുസമ്മിൽ സൂറത്തിൽ അത് സംബന്ധമായിട്ട് ഓതേണ്ട ക്രമം തെർത്തിയിലാക്കി ഓതേണ്ടത് വരുന്നുണ്ട്. ഒരു സൂറത്ത് അപ്പുറത്ത് വരുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അപ്പൊ നമുക്ക് വിശദീകരിക്കാം. ഖുർആൻ ഓതുമ്പോൾ അതിൻ്റെതായ രൂപത്തിലോടാണ്. പല ആളുകളും ഓതുമ്പോൾ ഖുർആന്റെ യഥാർത്ഥ ശൈലിയിലല്ല ഓതുന്നത്. വയസ്സായവരൊക്കെ ഓതുന്നത് കേട്ടാൽ ഒരു ഖുർആനാണെന്ന് തന്നെ തോന്നുക. ഒരു മൂളക്കം അങ്ങനെ കേൾക്കാം. ശ്രദ്ധിച്ചിട്ടുണ്ട് അല്ലെ? വല്യന്മാരൊക്കെ ഓതുന്നത് കേട്ടില്ലേ? ഒരു മൂളക്കം അങ്ങനെ കേൾക്കാം. ഒരു ഓതുന്നുണ്ടോ? അങ്ങനെ കേൾക്കാം. അത് ഓതാണെന്ന് നമുക്ക് വളരെ ശ്രദ്ധിച്ചാലേ ഓത്ത് തിരിയിലെന്നാണ്. പിന്നെപ്പോ റബീഉൽ അവ്വൽക്ക് ഒരു പാട്ട് കൂടി പാടാത്തവരുണ്ടോ?
എനിക്ക് പണ്ടേ രീതി ഇല്ലാത്ത ആളാണ്, അതുകൊണ്ട് ഇനി ഓതാനാവൂലെന്ന് തീരുമാനിക്കുന്നത്. എല്ലാവർക്കും നല്ല കിളിക്കൂറ്റും എല്ലാവർക്കും നല്ല ശൈലിയൊന്നും അള്ളാഹു നൽകിയിട്ടില്ല. പരമാവധി നന്നാക്കുക എന്നുള്ള പാത്രം വായിക്കുമ്പോലെ ഓതരുത് വെച്ച് മേടുന്നൊരവസ്ഥ ഉണ്ടാകില്ല. പിന്നെ നമ്മൾ ശ്രമിച്ചാൽ നടക്കും. നമ്മൾ അറിയുന്നൊരു സഹോദരനുണ്ട്, അയാള് സംസാരിച്ചാൽ നമുക്ക് തിരിയേല്ല. ചെറിയ പ്രശ്നമുണ്ട് സംസാരിക്കാൻ. അയാൾ സംസാരിച്ചാൽ തീരെ തിരിയില്ല. അപ്പൊ ഞാൻ ക്ലാസ്സിൽ ചെല്ലുമ്പോ അയാൾ നേരത്തെ വന്നിങ്ങനെ ഓതുന്നുണ്ടാവും, പള്ളിയിലിരുന്ന് ഓത്തിനൊരു കുഴപ്പമില്ല. അയാൾ അത്രയും കഠിനാധ്വാനം ചെയ്തിരുമ്പോ തന്നെ കൂടിയതാണ്. അദ്ദേഹം ഗൾഫ് ശൈലിയിൽ അങ്ങനെ ഓതും. ഗൾഫ് ശൈലി എന്ന ശൈലിയില്ല, ഖുർആന്റെ ആ യഥാർത്ഥ ശൈലിയിൽ അദ്ദേഹം ഇങ്ങനെ ഓതും. അയാളെ നമ്മളോട് വർത്തമാനം പറഞ്ഞാലോ അയാളെ നമുക്കിട്ട് തിരിയില്ല. എന്നാ ഓത്തോ വളരെ ക്ലിയറാണ്. ഞാൻ അത്ഭുതപ്പെടും. എനിക്ക് അയാൾ എന്നോട് സംസാരിക്കാൻ വരുന്നത് ബേജാറാണ്, കാരണം തിരിയില്ല. ഒരിക്കൽ ഞാൻ ഒഴിവാകാൻ വേണ്ടിയിട്ട് ഞാൻ ആണെന്ന്. അപ്പൊ അടുത്തൊക്കെയുള്ള ആളിനോട് ചോദിച്ചു, മൂപ്പരത്തെ പറഞ്ഞെങ്കിൽ മനസ്സിലാകുന്ന ചോദിച്ചു. ഞാൻ ഒന്നും പറഞ്ഞില്ല, മനസ്സിലാകാതെ മൂളിയതുമാണ് സംഭവം. അപ്പൊ സംഭവം എന്താ അറിയോ, അടുത്ത ക്ലാസ് കഴിഞ്ഞിട്ട് എന്റെ വീട്ടിലേക്ക് ചായക്ക് വന്നെന്നാ മൂപ്പര്. ഞാൻ ഓക്കെ അടിച്ചോളൂ, എനിക്ക് തിരിഞ്ഞിട്ടില്ല. സത്യം ആകെപ്പെടുക. എന്നാൽ ആ മനുഷ്യൻ അത്രക്കും നമുക്ക് തിരിയില്ല. ഞാൻ ആകെ ഇടങ്ങാറാവും. എന്നാൽ ആ മനുഷ്യൻ ഖുർആൻ ഓതുമ്പോഴോ ഒരു കുഴപ്പമില്ല. പടച്ചോന്റെ കലാമാണ്. അതൊരു താല്പര്യം കാണിക്കുമ്പോൾ ആർക്കും അത്. നിങ്ങളൊക്കെ ഒന്ന് ശ്രമിച്ചു നോക്കി. ആ ഖുർആന്റെ യഥാർത്ഥ തനതായ ശൈലിയിൽ ഇങ്ങനെ ഓതാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുകയാണെങ്കിൽ നമുക്ക് ഓതാൻ കഴിയും, തീർച്ചയായിട്ടും ഓതാൻ കഴിയും. പക്ഷെ നമ്മൾ അങ്ങനെ ഓതൂല. നമ്മൾ യാസീനുൽ ഖുർആനിൽ എന്തോ ഒരു ദേഷ്യമാർക്കാണ് യാസീനോ. അങ്ങനെയല്ല, ഖുർആൻ അതിൻ്റെതായ ശൈലിയിൽ തന്നെ ഓതണം. ഇതിപ്പോ മത്സരത്തിനല്ലല്ലോ. ഇതിപ്പോ 100 ആളെ മുന്നിൽ ഒരു മത്സരത്തിന് വേണ്ടിയുള്ള ഓത്തല്ലല്ലോ, പടച്ചോന്റെ അടുത്ത് നിന്ന് കൂലി കിട്ടാനല്ലേ. അതുകൊണ്ട് നമ്മൾ ആത്മാർത്ഥമായി ഓതണം. ഖുർആൻ എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ വചനങ്ങൾ. ഒരുപാട് ആയത്തുകളിലൂടെ അള്ളാഹു താല ആ കാര്യങ്ങൾ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. അള്ളാഹു താല നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. എന്നിട്ട് അള്ളാഹു പറയുന്നത് ആ ഖുർആനിനെ വിശദീകരിച്ച് തരേണ്ട ബാധ്യതയും നമുക്ക് തന്നെയാണ് നബിയെ. ഒരു ആയത്ത് ചിലപ്പോ സംക്ഷിപ്തമായി ഒരു കാര്യം അള്ളാഹു പറഞ്ഞാൽ പിന്നെ അതിന്റെ വിശദീകരണം വേറെ ആയത്തുകളിൽ സവിസ്തരം വരും. അതാണ് ഖുർആന്റെ ശൈലി. എല്ലാം എല്ലായിടത്തും അങ്ങനെയാണ്. എന്തെല്ലാം ഒരു വിഷയം ഒരു സൂറത്തിൽ പറഞ്ഞ് മുഴുവനാക്കിയിട്ട് അടുത്ത സൂറത്തിൽ അടുത്ത വിഷയം തുടങ്ങല്ല. അങ്ങനെയാണ് സാധാരണ അങ്ങനെയാണ്. ഒരു 14 അധ്യായം ഒരു പുസ്തകത്തിലുണ്ടെങ്കിൽ ഒന്നാമത്തെ അധ്യായത്തിലുള്ള അതേപോലെ ആവില്ല രണ്ടാമത്തെ വിഷയം മാറിക്കൊണ്ടിരിക്കും. ഒന്നാം പാഠത്തിലുള്ള വിഷയം രണ്ടാമത്തെ പാഠത്തിൽ വീണ്ടും വന്നാൽ അത് എഡിറ്റ് ചെയ്യുന്ന ആൾ തിരുത്തും. ഇപ്പൊ നമ്മുടെ മദ്രസയിലൊക്കെ പാഠപുസ്തകങ്ങൾ എത്ര വട്ടം ആവർത്തിച്ച് നോക്കിയിട്ടാണ് അത് പ്രസ്സിലേക്ക് കൊടുക്കുന്നത്. ആവർത്തന വിരസത വരാതിരിക്കാൻ. മാത്രമല്ല ആവർത്തനം അതൊരു സുഖമുള്ള ഏർപ്പാട്. ഒരു മാസികയാണെങ്കിൽ ഒരു ലേഖനം 2 വട്ടം വന്നാൽ രസമില്ല. എന്നാ സഹോദര ഖുർആൻ അങ്ങനല്ല. ഒരു ആയത്തിന്റെ വിശദീകരണം മറ്റൊരായത്തിൽ കിടക്കും. ഫാത്തിഹന്റെ വിശദീകരണം, ഫാത്തിഹയിലെ ചില ആയത്തുകളുടെ വിശദീകരണം കുറെ അപ്പുറത്ത് നിസാ സൂറത്തിൽ കിടക്കുന്നത്. അള്ളാഹു അതാണ് പറഞ്ഞത്, തീർച്ചയായിട്ടും അതിനെ വിശദീകരിച്ചു തരുന്ന ബാധ്യതയും നമുക്ക് തന്നെയാകുന്നു. അതുകൊണ്ട് നിങ്ങൾ പ്രയാസപ്പെടേണ്ട, വേണ്ടത് മുഴുവനും നമ്മൾ കൃത്യമായിട്ട് നൽകുന്നതാണ്. كلا بل تحبون العاجلة وتذرون الآخرة. ആ 2 ആയത്തുകൾ ഒരുപാട് ചർച്ചയ്ക്ക് വിഷയീഭവിച്ച ആയത്താണ്. كلا بل تحبون العاجلة وتذرون الآخرة. വേണ്ട, നിങ്ങൾ ഐഹികമായ ജീവിതത്തെ ഇഷ്ടപ്പെടുന്നവരാണ്. وتذرون الآخرة, പരലോകത്തെ നിങ്ങൾ തള്ളിക്കളയുന്നവരുമാണ്. നോക്കൂ, അള്ളാഹു പറയുന്നത് നിങ്ങൾ ഐഹികമായ ജീവിതത്തെ ഇഷ്ടപ്പെടുന്നവരും നിങ്ങൾ ആഖിറത്തെ പരലോകത്തെ തള്ളിക്കളയുന്നവരുമാണ്. അത് നിങ്ങൾക്ക് ഉണ്ടാവാൻ പാടില്ല. ദുന്യാവിനെ ഇഷ്ടപ്പെടാൻ പാടില്ല. ദുന്യാവിനെ ആർക്കും ഇഷ്ടമുണ്ടാവും. പക്ഷെ എന്താകരുത് അമിതമായി ഇഷ്ടപ്പെടാൻ പാടില്ല. ആഖിറത്തെ മറന്നിട്ട് ദുന്യാവിനെ ഇഷ്ടപ്പെടാൻ പാടില്ല.
ആഖിറത്തെ ഓർക്കണം, പരലോകത്തെ ഓർക്കണം, മരണത്തെ ഓർക്കണം, ഖബറിനെ ഓർക്കണം. ദുന്യാവ് തീരല്ലാതെ അവിടെ ജീവിക്കാൻ കഴിയില്ലല്ലോ. ദുന്യാവ് ഇല്ലാതെ ജീവിക്കാൻ പ്രയാസമാണ്. അപ്പൊ ജോലി കാര്യങ്ങൾ വേണം, അനുവദനീയമായ മേഖലകൾ, കച്ചവടം, കൃഷി, എല്ലാ ഏർപ്പാടുകളും നമുക്ക് നോക്കാം. പക്ഷെ എന്താകരുത്, ആഖിറത്തെ മറന്നുകൊണ്ടുള്ള ഒരു തകർപ്പൻ ജീവിതം ഉണ്ടാകാൻ പാടില്ല എന്നാണ്. ഈ വിഷയത്തിൽ സുപ്രധാനമായ ഒരു ഹദീസുണ്ട്, ഞാൻ ഓതിത്തരാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു ഹദീസിന് ഒരു കാരണമുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊരിക്കൽ വിശുദ്ധ ഖുർആൻ ഓതിക്കൊടുത്തു സ്വഹാബത്തിൽ. ആ സന്ദർഭത്തിൽ സ്വഹാബിമാരെല്ലാവരും കരഞ്ഞു. ഉസാമത്ത് ഇബ്നു സയ്യിദ് റളിയല്ലാഹു അൻഹുവിന്റെ കണ്ണിൽ നിന്ന് കണ്ണീര് വന്നില്ല. എല്ലാവരും കരഞ്ഞു. ഖുർആന്റെ വചനങ്ങൾ നബിയിൽ നിന്ന് കേട്ടപ്പോൾ എല്ലാവരും കരഞ്ഞു. റസൂലുള്ളാഹിന്റെ ദത്തുപുത്രനായ സയ്യിദ് റളിയല്ലാഹു അൻഹുവിന്റെ മകനാണ് ഉസാമ. റസൂൽ വളരെ ഇഷ്ടപ്പെട്ട കുട്ടിയായിരുന്നു. റസൂലുള്ള തന്റെ പ്രിയപ്പെട്ട പേരക്കുട്ടിയായ ഹസൻ എന്ന കുട്ടിയെ കാലിന്റെ ഒരു തുടയിൽ ഇരുത്തിയിട്ട് കാലിന്റെ മറ്റേ തുടയിൽ ഇരുത്തിയത് തന്റെ ദത്തുപുത്രനായ സയ്യിദിന്റെ പുത്രനായ ഉസാമ എന്ന് പറഞ്ഞ കറുത്ത മെല്ലിച്ച കുട്ടിയെ ഭയങ്കര സ്നേഹമായിരുന്നു. ചെറുചെറുപ്പുള്ള ഹസനെയും തന്റെ ആരുമല്ലാത്ത ഉസാമ എന്ന കുഞ്ഞിനെയും റസൂല് രണ്ട് കാലിലും ഇരുത്തുമായിരുന്നു. റസൂലിന്റെ സ്നേഹം അങ്ങനെയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വളരെ സ്നേഹിച്ച ഒരാളായിരുന്നു. ഇസ്ലാമിൽ മാത്രമേ ഇങ്ങനെയുള്ളൂ. ഇപ്പൊ കണ്ടില്ലേ, വെള്ളാപ്പള്ളിന്റെ വലിയ ജാഥ ഉണ്ടല്ലോ, അത് തുടങ്ങുന്നതിന്റെ ഉദ്ഘാടന പരിപാടിയിൽ പങ്കെടുത്ത മഠാധിപതി അദ്ദേഹത്തിന് ആ കൊടി കൈമാറാൻ പോലും മടിച്ചത്, അഥവാ ശരീരം അങ്ങോട്ടും ഇങ്ങോട്ട് സ്പർശിക്കുക എന്നുള്ള പേടിയാണ്. കാരണം ഒന്ന് ഉയർന്ന ജാതി, ഒന്ന് താഴ്ന്ന ജാതി. അങ്ങനെ ആയാൽ പിന്നെ കുളിക്കേണ്ടി വരും, ആകെ ബുദ്ധിമുട്ടാണ്. ഞാൻ പത്രത്തിൽ പറഞ്ഞതാണ്. ഇസ്ലാമിൽ ഇങ്ങനെ ഒരു സംവിധാനമില്ല, സഹോദര, ജാതീയത എന്ന് ഒന്ന് ഇസ്ലാമിൽ ഇങ്ങനെ ഉള്ളു. ഇസ്ലാമിലേ ഉള്ളു. ഉയർന്ന ജാതിക്കാർക്ക് താഴ്ന്ന ജാതിക്കാർക്ക് പള്ളിയിൽ പ്രത്യേക സ്ഥലം ഉണ്ടാവും. എല്ലാവർക്കും വരാം. ആദ്യം വരുന്നവർക്ക് ഒന്നാം സഭക്ക് കയറാം. എന്നിട്ട് മാറണം. ഞാൻ ആരാ എനിക്കറിയുമെന്ന് ചോദിക്കാൻ ഒരാൾക്കും അവകാശമല്ല. തൗഹീദിന്റെ ഈറ്റില്ലമായ കഅബ ശരീഫ് തവാഫ് ചെയ്യുന്ന സ്ഥലം നോക്കുമ്പോൾ മനസ്സിലാകുമത് ഓവർ കറുപ്പുള്ള ആഫ്രിക്കൻ കൺട്രിയിൽ നിന്ന് വന്ന ആളുകളും മിസ്രികളായ ഓവർ വെളുപ്പുള്ള ആളുകളും ആതിഥേയരായ സൗദിയും ഒരേപോലെ, എല്ലാവരും ഒരുപോലെ. ഉസാമ എന്ന കറുകറുത്ത കുട്ടിയെ റസൂലുള്ള ലാളിക്കുന്നത് അതിൽ നിന്ന് ഒരുപാട് പാടുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, സഹോദര, റസൂൽ ഒരിക്കൽ ഖുർആൻ ഓതി കൊടുക്കും. ഖുർആൻ ഓതി കൊടുക്കുന്ന സന്ദർഭത്തിൽ എല്ലാവരും കരഞ്ഞു. പക്ഷെ ഉസാമ റളിയല്ലാഹു അൻഹു കരച്ചിൽ വന്നില്ല. അത് അദ്ദേഹത്തിന് സങ്കടമായി. അദ്ദേഹം നബിയോട് പറഞ്ഞു, അല്ലാഹുവിന്റെ തിരുദൂതരെ, അഷ്കൂ ഇലൈക യാ റസൂലല്ലാഹ് ഖസ്വത ഖൽബി, നബിയേ, ഞാൻ അങ്ങയോട് ആവലാതി പറയണം, ഹൃദയം കടുത്തുപോയി, അതുകൊണ്ടാണ് എന്റെ കണ്ണീര് വരാൻ. ഒരേ ഈമാനുണ്ട് ഹൈമാനി പറയും, നമ്മൾ പറയും. അദ്ദേഹം പറയാൻ, എന്റെ ഹൃദയം കടുത്തുപോയി, അതുകൊണ്ടാണ് കണ്ണീര് വരാത്തത്. ആ സമയത്ത് അള്ളാഹുവിന്റെ തിരുദൂതർ ചില ഉപദേശം കൊടുത്തപ്പോ ഉസാമ റളിയല്ലാഹു അൻഹു കരഞ്ഞുപോയി, കണ്ണീര് ശരിക്കൊന്നു വന്നു. ഹൻലല റളിയല്ലാഹു അൻഹു പറഞ്ഞു, നാഫക ഹൻലലതു യാ റസൂലല്ലാഹ്, റസൂലേ, ഹൻലല മുനാഫിഖായിരിക്കുന്നു എന്ന്. അപ്പൊ സ്വഹാബത്തൊക്കെ പറഞ്ഞു, സുബ്ഹാനല്ലാഹ്, എന്താ ഇയാൾ പറയുന്നത്? ഇന്നൽ മുനാഫിഖീന ഫി ദർകിൽ അസ്ഫലി മിനന്നാർ, മുനാഫിക്കുകൾ എന്ന് പറയുന്നത് നരകത്തിന്റെ അടിയിലെ തട്ടിലാകുന്നു. ഉള്ളിൽ വിശ്വാസമില്ലാതെ പുറത്തേക്ക് വിശ്വാസിയായിട്ട് അഭിനയിക്കുക ഭയങ്കര ദേഷ്യമാണ്. കാരണം ചതലെ നമുക്ക് കാണാൻ കഴിയും, പഞ്ചതലിനെ കാണാൻ കഴിയില്ല. അതിന്റെ പണിയാണല്ലോ ഇയാൾ എടുക്കുക, മുനാഫിക്ക്. റളിയല്ലാഹു അൻഹു പറയുന്നത് അല്ലന മുനാഫിക്കായി. സുബ്ഹാനല്ലാഹ്, എന്താ നിങ്ങൾ പറയുന്നത്? അപ്പൊ ഒരു സ്വഹാബി ചോദിച്ചു, നിങ്ങൾ എന്താ പറയുന്നത്? നിങ്ങൾ മുനാഫിക്കായി. അപ്പൊ അദ്ദേഹം പറയാണ്, അല്ലാഹുവിന്റെ റസൂൽ ഉപദേശം തരുമ്പോ മനസ്സിൽ ഭയങ്കര പേടിയാണ്, ഭയങ്കര മാറ്റം. പക്ഷെ അവിടുന്ന് പോയാൽ അത്ര തന്നെ ആ തീവ്രത കിട്ടുന്നില്ല, നഷ്ടപ്പെടുക. അത് കാപ്പട്ടിയല്ലേ, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഉടനെ തന്നെ മറ്റേ സ്വഹാബി പറഞ്ഞു കരഞ്ഞുകൊണ്ട്, അങ്ങനെയാണെങ്കിൽ ഞാനും മുനാഫിക്കായല്ലോ. ഈമാനോണ്ട ഒരു മുനാഫിക്കായിട്ടല്ല.
ഉപദേശം ഇങ്ങനെ കേൾക്കുമ്പോൾ നമുക്കാണെങ്കിലും പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും ഇൻഷാ അല്ലാഹ് ഇനി ഒന്ന് ശരിയാകണം. പക്ഷെ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയി ജീവിതത്തിന്റെ വേറെയുള്ള കാര്യങ്ങളിലേക്ക് ഇടപെടുമ്പോൾ മറക്കണം. അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. സഹോദര, ഏറ്റവും നല്ല ഖൈറ് ഉമ്മയിലെ ഏറ്റവും നല്ല വിഭാഗമായ അസ്ഹാബി കുല്ലുഹും ഉദൂൽ, എന്റെ സ്വഹാബത്ത് മുഴുവനും നീതിമാന്മാരാണ്. അസ്ഹാബി കന്നുജൂം, എന്റെ സ്വഹാബത്തിന് നക്ഷത്ര തുല്യരാണ് എന്ന് പറഞ്ഞ് അവർ പോലും അത്ര പേടിച്ചു എന്നാണ്. അപ്പൊ നമ്മൾ എത്ര പേടിക്കണം? ഇനി ഇതാ ഈ വിഷയത്തിലേക്ക് വരും. നിങ്ങൾ ദുനിയാവിനെ അമിതമായി ഇഷ്ടപ്പെടുന്നവരാണ്, നിങ്ങൾ പരലോകത്തെ തള്ളിക്കളയുന്നവരാണ്. ഇനി ഹൃദയം കടുത്തുപോയി എന്നുള്ള ഉസാമത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു. നബി തങ്ങൾ അദ്ദേഹത്തിന് കൊടുത്ത ഉപദേശം കേട്ടോളൂ. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ജുമൂദുൽ ഐനി മിൻ ഖസ്വത്തിൽ ഖൽബ്, കണ്ണുനീര് വരാതിരിക്കുക, കണ്ണുനീര് ഒലിക്കാതെ ഉണങ്ങിപ്പോകുന്ന അവസ്ഥ വരുന്നത് അത് ഹൃദയം കടുത്തത് കൊണ്ടാണ്. കണ്ണിനെപ്പോഴൊരു നനവ് വേണമെന്ന് ഒരു മോമിനായ മനുഷ്യൻ മരണം കാര്യങ്ങളൊക്കെ ഓർക്കുമ്പോൾ ഈസാ നബിക്ക് രോമകൂപങ്ങളിലൂടെ ചോര വന്നിരുന്നു, കണ്ണീര് മാത്രം. സഹോദര, കണ്ണിനെപ്പോൾ ഒരു നനവ് വേണം. ഒരു ഡോക്ടറോട് ചോദിച്ചു നോക്കും, കണ്ണിന് ആരോഗ്യം കൂടും കരഞ്ഞാൽ. ഓവറായി അള്ളാഹുവിനെ പേടിച്ച് കരഞ്ഞിട്ട് കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ട പെണ്ണാണ് റാബിഅത്തുൽ അദവിയ്യ റളിയല്ലാഹു അൻഹ. എന്നാൽ നമ്മുടെ കണ്ണിന് എപ്പോഴും ഒരു നനവ് വേണം. അള്ളാഹുവിന്റെ റസൂൽ പറയുന്നത് കണ്ണിലങ്ങനെ നനവ് ഇല്ലാതിരിക്കുക എന്നുള്ളത് അത് ഹൃദയം കടുത്തത് കൊണ്ടാണ്. വഖസ്വത്തുൽ ഖൽബ്, ഹൃദയം അങ്ങനെ കടുത്തു പോകാനുള്ള കാരണം മിൻ കസറത്തി ദുനൂബ്, പാപങ്ങളുടെ ആധിക്യമാകുന്നു. ഒരാൾ ഹൃദയം കടുത്തത് കൊണ്ടാണ് കണ്ണീര് വരാത്തത്, ദോഷങ്ങൾ അധികരിച്ചത് കൊണ്ടാണ് ഹൃദയം കടുത്തു പോകുന്നത്. തെറ്റുകൾ അധികരിച്ചാൽ ഹൃദയം കടുത്തു പോകും. മഹാനായ തിരുദൂതർ പറയുന്നു, വകസറത്തുൽ ദുനൂബ്, ദോഷങ്ങൾ അധികരിക്കാനുള്ള കാരണം മിൻ നിസ്യാനിൽ മൗത്ത്, മരണത്തെ മറന്നുപോയതാണ്. നോക്കൂ, റസൂൽ പറയുന്നത് മരണത്തെ മറന്നതുകൊണ്ട് ദോഷങ്ങൾ അധികരിച്ചു, ദോഷങ്ങൾ പെരുത്തത് കൊണ്ട് ഹൃദയം കടുത്തുപോയി, ഹൃദയം കടുത്തുപോയതുകൊണ്ട് അല്ലാഹുവിനെ ഭയന്ന് കണ്ണീര് വരുന്നില്ല. വീണ്ടും അല്ലാഹുവിന്റെ തിരുദൂതർ പറഞ്ഞത് വനിസ്യാനുൽ മൗത്ത്, മരണത്തെ മറന്നു പോകാനുള്ള കാരണം മിൻ തൂലിൽ അമൽ, അവന്റെ അത്യാഗ്രഹം കാരണമാണ്. നീണ്ട കൊതി, ആഗ്രഹത്തിന് കുഴപ്പമില്ലായിരുന്നു, അത്യാഗ്രഹം, ദുനിയാവിന്റെ കാര്യത്തിൽ അത്യാഗ്രഹം. അതുകൊണ്ടാണ് എന്താ നബി പറയുന്നത്, ദുനിയാവിന്റെ കാര്യത്തിലുള്ള ആക്രാന്തം, ഉണ്ടാക്കണം എന്നുള്ള മാത്രം ചിന്ത, അത് മരണത്തെ മറപ്പിച്ചു പോകും. മരണത്തെ മറന്നു പോകുമ്പോൾ അവന്റെ പാപങ്ങൾ അധികരിക്കും. പാപങ്ങൾ അധികരിച്ചാൽ ഹൃദയം കടുത്തുപോകും. ഹൃദയം കടുത്തുപോയാൽ റബ്ബിനെ പേടിച്ച് കണ്ണീര് വരൂല. വീണ്ടും അല്ലാഹുവിന്റെ തിരുദൂതർ പറഞ്ഞത് വതൂലുൽ അമൽ, കൊതി അധികരിച്ചു പോവുക, നീണ്ടുപോവുക എന്നത്, അതായത് അത്യാഗ്രഹമെന്ന് പറയുന്നത് മിൻ ഹുബ്ബി ദുനിയാ, ദുനിയാവിനെ അമിതമായി ഇഷ്ടം വെച്ചത് കൊണ്ടാണ്. അപ്പൊ എല്ലാറ്റിന്റെയും അടിസ്ഥാനം അതാണ്. ഇനി അർത്ഥം വെച്ച് നോക്കൂ, കല്ലാ ബൽ തുഹിബ്ബൂനൽ ആജില, വേണ്ട, നിങ്ങൾ ദുനിയാവിനെ ഇഷ്ടപ്പെടുന്നവരാണ്. വതദറൂനൽ ആഖിറ, പരലോകത്തെ നിങ്ങൾ തള്ളിക്കളയുന്നവരാണ്. ദുനിയാവിനെ ഇഷ്ടപ്പെടുന്നത് കുഴപ്പമില്ലായിരുന്നു, പക്ഷെ പരലോകത്തെ മറന്നുപോയി. അള്ളാന്റെ തിരുദൂതർ പറഞ്ഞതോ ദുനിയാവിനെ അമിതമായി ഇഷ്ടപ്പെടുന്നത് കൊണ്ടാണ് എല്ലാ പ്രശ്നങ്ങളുടെയും കാരണം. എന്നിട്ട് നബി തങ്ങൾ പറഞ്ഞു എല്ലാ തെറ്റുകളുടെയും ഹെഡ് ആരാണ്? ദുനിയാവിനോടുള്ള അമിതമായ സ്നേഹമാണ്. ശരിയാണ്, ദുനിയാവിനോട് അമിതമായ സ്നേഹമുണ്ടാകുമ്പോൾ അപ്പോഴാണ് സഹോദര മത്സരങ്ങളും പാരകളും വരുന്നത്, പരസ്പരം അസൂയയും കാര്യങ്ങളും വരുന്നത്. എല്ലാറ്റിന്റെയും അടിസ്ഥാനം അതാണ്. ദുനിയാവിനോട് അമിതമായി ഇഷ്ടപ്പെടാം. ദുനിയാവിനെ അമിതമായി ഇഷ്ടപ്പെടുമ്പോൾ നബി തങ്ങൾ പറയുന്നു അത് അത്യാഗ്രഹത്തിലേക്ക് വഴിവെക്കുന്നു. അത്യാഗ്രഹമാകട്ടെ അത് മനുഷ്യന് മരണത്തിന്റെ ചിന്തയെ മറന്നു പോകാനുള്ള അവസരം ഒരുക്കുന്നു. മരണത്തെ മറന്നു പോകുമ്പോൾ അങ്ങനെ ഒരു ചിന്തയിൽ
ഇല്ലാതിരിക്കുമ്പോൾ അത് ദോഷങ്ങൾ പെരുക്കാൻ കാരണമാകുന്നു. ദോഷങ്ങൾ വല്ലാതെ വരുമ്പോൾ അവന്റെ ഹൃദയം കടുത്തുപോകും, അവന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വരൂല. ശുഹദാക്കളുടെ ശരീരത്തിൽ നിന്ന് വരുന്ന ചോരത്തുള്ളികളുടെ അതേ പവറാണ് കണ്ണീര് തുള്ളികൾക്ക്. ശുഹദ പേടിച്ചിട്ടുണ്ട് വരണം, അള്ളാഹുവിനെ പേടിച്ചിട്ട് കണ്ണിൽ നിന്ന് കണ്ണുനീർ തുള്ളികൾ വരണം. അത് നല്ല ടൈം നോക്കി വേണം. അതിനാണ് ടൈം പറഞ്ഞത്. സുബഹിന്റെ മുമ്പ് തഹജ്ജുദ് നിസ്കാരത്തിൽ ഒരു 2 റക്അത്തിൽ നിസ്കരിക്കുമ്പോൾ ആ സുജൂദിൽ കിടന്നു. കാരണം അമ്പിയാക്കളിൽ അധികവും നിസ്കരിച്ച നിസ്കാരമാണ് തഹജ്ജുദ്. ഇൻഷാഅല്ലാഹ് മുസമ്മിൽ സൂറത്തിൽ വരുമ്പോൾ നമുക്ക് ദീർഘമായിട്ട് പറയും. സമാധാനത്തോടുകൂടെ സ്വർഗത്തിലേക്കാണ് പോകണമെങ്കിൽ അത് വേണം. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, അയ്യുഹന്നാസ് അഫ്ശുസ്സലാം വഅത്ഇമുത്ത്വആം വസല്ലൂ ബില്ലൈലി വന്നാസു നിയാം തദ്ഖുലുൽ ജന്നത അല്ലാഹുവിന്റെ തിരുദൂതർ പറയുന്നു, തദ്ഖുലുൽ ജന്നത ബിസലാം. റസൂലുള്ളാഹി തങ്ങൾ പറയുന്നത് എന്താ? അയ്യുഹന്നാസ്, മനുഷ്യരെ എന്ന് വിളിച്ചിട്ട് പറയുന്നത് അഫ്ശുസ്സലാം, നിങ്ങൾ സലാമിനെ വ്യാപിപ്പിക്കണം. വഅത്ഇമുത്ത്വആം, നിങ്ങൾ മറ്റുള്ളവർക്ക് ആഹാരം നൽകണം. പിന്നീടോ അള്ളാന്റെ തിരുദൂതർ പറയുന്നത് സ്വല്ലൂ ബില്ലൈലി വന്നാസു നിയാം, ആളുകൾ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോ നിങ്ങൾ നിസ്കാരം നിർവഹിക്കണം. നിങ്ങൾ സമാധാനത്തോടുകൂടെ സ്വർഗത്തിൽ കിടക്കുന്നത്. ഒന്ന് സലാം വ്യാപിപ്പിക്കാം. അസ്സലാമു അലൈക്കും തിരുദൂതർ എന്താ പറഞ്ഞത്? നിങ്ങൾ വിശ്വാസികളാകുന്നത് വരെ നിങ്ങൾ ഒരിക്കലും സ്വർഗത്തിൽ കടക്കില്ല. ലാ തദ്ഖുലുൽ ജന്നത, അല്ലാഹുവിന്റെ തിരുദൂതർ പറഞ്ഞു, ഹത്താ തുഅ്മിനു, നിങ്ങൾ വിശ്വാസികളായാലേ സ്വർഗത്തിൽ കടക്കൂ. വലാ തുഅ്മിനു ഹത്താ തഹാബു, നിങ്ങൾ അന്യോന്യം സ്നേഹിക്കാതെ ഒരിക്കലും നിങ്ങൾക്ക് ഈമാൻ ഉണ്ടാവില്ല. ഇനി സ്നേഹം ഉണ്ടാക്കാനുള്ള ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ? സലാം പറഞ്ഞാൽ മതി. സലാം പറഞ്ഞാൽ സ്നേഹം ഉണ്ടാവും, സ്നേഹം ഉണ്ടായി ഈമാൻ ഉണ്ടാവും, ഈമാൻ ഉണ്ടായ സ്വർഗ്ഗം. അഫ്ശുസ്സലാം പരത്തണം. നമ്മളിപ്പോ ഇവിടുന്ന് ഒരാൾ സലാം പറഞ്ഞു പോയി, അയാൾ ഇതിലാണ് ഇറങ്ങി, ഞാൻ അതിലെ ഇറങ്ങി, ചുമര് മറിഞ്ഞല്ലോ, ഇനി വീണ്ടും പറയുന്നത് സുന്നത്ത്. നമുക്കതിന് ക്ഷമ ഉണ്ടാവില്ല. ഫോട്ടോ ടെസ്റ്റ്, അസ്സലാമു അലൈക്കും, ശരി ഞാനും പോകുന്ന അയാളില്ല, ഞാനായില്ല. പിന്നെ ഞങ്ങൾ ചെരുപ്പിടുമ്പോൾ 2 ആളും കൂടി കാണും, അസ്സലാമു അലൈക്കും. അപ്പോൾ അയാൾ കരുതി നിൽപ്പോൾ അവിടുന്ന് വലിയത് പിന്നെ എന്തേ, വേറെ പണിയൊന്നുമില്ല. ദേഷ്യം വരും, പുറത്തേക്ക് കാണിച്ചിട്ടില്ലെങ്കിൽ അല്ലേ? ഇനി അവിടുന്ന് വീണ്ടും കണ്ടെങ്കിൽ പറയൽ സുന്നത്താണ്. ആൾക്കാരും കണ്ടും ഇയാൾ ഇനി പറയുന്ന കരുതി. സഹോദര, റസൂല് പറഞ്ഞത് അഫ്ശുസ്സലാം വഅത്ഇമുത്ത്വആം. നമ്മുടെ ഗൾഫിലുള്ള സഹോദരന് നമുക്ക് ഭക്ഷണത്തിന് വേണ്ടി ചെലവ് ചെയ്യും. യഥാർത്ഥത്തിൽ അതന്നെ പറയുന്നു, അത്ഇമുത്ത്വആം. പാവങ്ങൾക്ക് കൊടുക്കൽ മാത്രമല്ല, ആരായാലും ഭക്ഷണം കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഇസ്ലാമിൽ വലിയ പുണ്യമുള്ള കാര്യം. തിന്നാൻ കൊടുക്കൽ ഭയങ്കര പുണ്യമുള്ള കാര്യം. ചിലർ ഓവറായി കൊടുത്തിട്ട് കുടുങ്ങി. നമ്മൾ കല്യാണത്തിനൊക്കെ അല്ലേ, ചിലർ ഓവറായിട്ട് കൊടുക്കുക, നമ്മൾ കാണുന്നുണ്ട്. വേസ്റ്റാക്കുക, കൊടുക്കുന്നതിന് കുഴപ്പമില്ല. കല്യാണത്തിനൊക്കെ വിളിച്ചു വരുത്തിയിട്ട് 1/2 ഗ്ലാസ് കട്ടൻ ചായയും 2 ടൈഗർ ബിസ്ക്കറ്റും കൊടുത്തിട്ട് റസൂലുള്ളാഹിന്റെ സുന്നത്താണെന്ന് പറയുന്നതുപോലെയാണ് മാഞ്ഞാളം. വേറുള്ളവർക്കൊന്നും ആ സുന്നത്ത് കാണൂല. നബിയുടെ കല്യാണം വളരെ ലളിതമായിരുന്നു എന്ന് പറഞ്ഞിട്ട് പ്രഥമ പ്രസ്ഥാനത്തിൽപ്പെട്ട ചില ആൾക്കാർക്ക് എന്തൊരു മാഞ്ഞാളം. അവിടെ മാത്രമേ ഉണ്ടാവുള്ളൂ. ഒരു മണിയറ പോയി നോക്കണം, 1.5 ലക്ഷം റുപ്യൊക്കെ ഡെക്കറേഷൻ ചെയ്തില്ല. നബി ആയിഷാബിന്റെ കല്യാണത്തിന്റെ അന്ന് ഭയങ്കര ഡെക്കറേഷൻ ചെയ്യുന്നത്. ഒറ്റ അടി കൊടുക്കണം, വെള്ളം ചോദിക്കണം, അല്ലാതെ അടി അടിച്ചു. തിന്നാൻ കൊടുക്കേണ്ടടുത്ത് മാത്രം പിശ് കാണിക്കണം, ബാക്കിയുള്ളടത്തോന്നില്ല. കല്യാണം കഴിഞ്ഞ 4 ദിവസം കാണാനില്ല, ലീഗാലാൻഡിലായിരുന്നു. നബി അങ്ങനെയായിരുന്നു. കല്യാണം കഴിഞ്ഞ ഉടനെ തെരഞ്ഞെടുക്കുകയായിരുന്നു. അതിനൊക്കെ എത്രയും പൈസ ചെലവാക്കാം. തിന്നാൻ കൊടുക്കേണ്ടടുത്ത് മാത്രം പിശ്. തന്റെ മകളെ പള്ള കാണാന് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ലോഡ് ചീർണിയേറ്റും വരുമ്പോ ഓൽക്ക് എന്തോ ഒരു സ്വീകരണം അറിയാം. എന്നാൽ അതേ സമയത്ത് മരിച്ച ഒരു അടിയന്തരൊക്കെ ആണെങ്കിൽ ഭയങ്കര വെറുപ്പാണ്. എന്താ കാരണം? ഉമ്മ വാപ്പയെ മരിച്ചാല് വല്ലതും ചെലവാക്കാന്നുള്ള അടിയന്തരം അത് അംഗീകരിക്കുകയാണെങ്കിൽ എന്താവും? ചെലവാവും, പൈസ ചെലവാവും. മറ്റേ ചീരി ഇങ്ങോട്ട് കിട്ടുകയല്ലേ. റസൂലുള്ളാഹിന്റെ കാലത്ത് വലിയ പള്ളാണം പോക്കൊക്കെ ഉണ്ടായിരുന്നു. ഇരട്ടത്താപ്പാണ്. സഹോദര, ഞാൻ പറയുന്നത് റസൂല് പറയാണ്, കരയാനുള്ള വകുപ്പ് പറഞ്ഞു തരാണ്. രാത്രി എല്ലാവരും ഉറങ്ങുമ്പോ നിങ്ങൾ നിസ്കരിച്ചോളൂ. രാത്രി നിസ്കരണം വല്ലാത്തൊരു ഏകാഗ്രത കിട്ടും. ഒച്ചപ്പാടും ബഹളൊന്നുമില്ല. ഇൻഷാ അല്ലാഹ് മുസമ്മിൽ സൂറത്തിൽ നമുക്ക് വിശദീകരിക്കാം.
ഞാനൊരു പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞു. എന്തായിരുന്നാലും അള്ളാന്റെ തിരുദൂതരോട് പറഞ്ഞതുപോലെ ദുന്യാവിനെ അമിതമായി ഇഷ്ടപ്പെടുന്ന അവസ്ഥ ഉണ്ടാകരുത്. ഓവറായിട്ട് ദുന്യാവിനെ ഇഷ്ടപ്പെടുന്ന അവസ്ഥ ഉണ്ടാകരുത്. ദുന്യാവിനെ ഇഷ്ടപ്പെടുന്നതിന് കുഴപ്പമില്ല, പക്ഷെ അത് കാട് കയറാൻ പാടില്ല. ഇന്ന് നമ്മൾ കാണുന്നതാണ്. അത് നമ്മൾ ചിന്തിച്ചാൽ മതി. ഈ ദുന്യാവൊക്കെ എന്ന് പറഞ്ഞാൽ താൽക്കാലികമാണ്. നമ്മൾ ഇവിടെ നിന്ന് വിട പറയും, ആർക്കും വേണ്ടി വരൂല. ആ ഒരു ചിന്ത ഉണ്ടായാലും പ്രശ്നമൊന്നുമില്ല. അവസാനത്തെ ആയത്തിൽ വീണ്ടും വരുന്നത് അല്ലാഹ് പറയുന്നത് ലോകത്തെ അവസ്ഥ പറയാൻ. അന്ന് ചില മുഖങ്ങള് പ്രസന്നമായിരിക്കും. ഇലാ റബ്ബിഹാ നാളിറ, തന്റെ രക്ഷിതാവിലേക്ക് നോക്കുന്നവരായിരിക്കും. ചില ആളുകളുടെ മുഖം വല്ലാത്ത പ്രകാശ. അല്ലാഹു തആല ആ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തുമാറാവട്ടെ. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, ഒരാൾ രാത്രി തഹജ്ജുദ് നിസ്കരിച്ചാൽ അല്ലാഹു അവനിക്ക് കൊടുക്കുന്ന ഒന്നാമത്തെ നേട്ടം, നാളെ ഖബറിൽ നിന്ന് മഹ്ശറിലേക്ക് വരുമ്പോൾ അവന്റെ മുഖത്ത് വല്ലാത്ത പ്രകാശമുണ്ടാകുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നേരത്തെ പറഞ്ഞ തഹജ്ജുദ് നാളെ പരലോകത്ത് അവർ വരുമ്പോ ഖബറിൽ നിന്ന് എഴുന്നേറ്റ് വരുമ്പോ മുഖത്തിന് ഭയങ്കര പ്രകാശമായിരിക്കും. രാത്രി നിസ്കാരം നിർവഹിച്ച നല്ല പ്രകാശം. ഇവിടെ പറയുന്നത് മുഖം പ്രസന്നമായ രൂപത്തിലാണ് ചില ആളുകളുടെ മുഖം. എന്താ കാരണം? അതാ സന്തോഷാണ്. മുഖത്തുള്ള എല്ലാം കാണാം. നമ്മളിപ്പോ ഒരു അപകട സ്ഥലത്തേക്ക് ഓടി വന്നാൽ, പടുത്ത് കണ്ടില്ലേ കൊണ്ടോട്ടിയിട്ടുണ്ടായ അപകടം 4 ദിവസം. ഓടി വന്ന ആളുകളൊക്കെ ആകെ അത്ഭുതപ്പെട്ടു, ആകെ പേടിച്ചുപോയി. ചിലർ തിരിച്ചോടി. നേരം പരപര ഒടുക്കുമ്പോ കാണുന്നത് മാംസത്തിന്റെ കഷ്ണം അവിടെ ഇവിടെ പറ്റി പിടിച്ച് നിൽക്കുന്നതാണ്. അള്ളാഹു നമ്മളെ കാത്ത് രക്ഷിക്കുമാറാവട്ടെ. യാത്ര നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഒന്നാണ്. ഒരു ചെറിയ കൈപ്പീട, ഒരു ചെറിയ അശ്രദ്ധ, എല്ലാം പോകും. അള്ളാഹു ദാരുണമായ മരണങ്ങളെ തൊട്ട് നമ്മളെ കാത്ത് രക്ഷിക്കുമാറാവട്ടെ. എങ്ങനെയൊക്കെയാണ് വരാമെന്ന് പറയാൻ പറ്റില്ല. ഒരു ദുരന്ത മുഖത്ത് എത്തിപ്പെട്ട ആളുടെ മുഖത്ത് കാണാൻ ബേജാറ്. എങ്കിൽ സഹോദര, സന്തോഷം വരുമ്പോഴോ നമുക്കറിയാലോ. ഇപ്പൊ ഒരു വീട്ടിൽ ഒരു കുട്ടിന്റെ കല്യാണമാണ്, ബാപ്പ നല്ല ഹാപ്പിയിലാണ്, മകളെ കെട്ടിക്കുന്ന കല്യാണം ഒക്കെ നല്ല റാഹത്തിലാണ്. എന്തോ ഒരു സന്തോഷകരമാണ് മുഖത്ത് നോക്കുന്നു. വീടിന്റെ ഗൃഹപ്രവേശനമാണ്. കഠിനാധ്വാനം ചെയ്ത് അധ്വാനിച്ച് ഒരാളെ വീടുണ്ട്, അപ്പോഴേ രസമുണ്ടല്ലോ. കോപ്പി അടിച്ച് ജയിച്ചതിൽ എന്തില്ല, സന്തോഷമല്ല. ആരെങ്കിലും ഓനെ പൊക്കും, ഓൻ കരുതിയ പോലെ ഒന്നല്ല, ഫുൾ മാർക്കുണ്ട്, ഓൻ മനസ്സിലേക്ക് കോപ്പി അടിച്ചോണ്ടല്ലേ, റാഹത്തില്ല. ആരിലൊക്കെ കട്ടുമുടിച്ച് ഉണ്ടാക്കിയാൽ അതിൽ റാഹത്തില്ല. കഠിനാധ്വാനം ചെയ്ത് ഹലാലായ രൂപത്തിൽ മാത്രം ഉണ്ടാക്കിയതാണെങ്കിൽ നല്ല റാഹത്ത. അപ്പൊ ഒരു വീടിന്റെ ഗൃഹപ്രവേശനം നടക്കുമ്പോൾ അയാൾ എന്ത് ഹാപ്പിയില്ല, അത് മുഖത്തിങ്ങനെ കാണാൻ കഴിയും. പിന്നെ ചെമ്പ് ഏകദേശം കാലിയായിട്ടുണ്ട്, ആളുകൾ ഇനിയും കുറെ വരാണ്ട്, അപ്പൊ ആ സന്തോഷം പോകും. ശ്രദ്ധിച്ചിട്ടുണ്ടോ? കല്യാണ പെരയിൽ കുടുംബനാഥൻ നമ്മൾ വലിയ കാര്യത്തിൽ ചെല്ലേക്കാറ്, ഇയാൾ ഇങ്ങനെ പാമ്പടിച്ച മരക്കൈകാരം, അയാളെ പറഞ്ഞിട്ട് കാര്യമില്ല. ആളുകൾ പറയാത്ത കുറെ മകന്മാര് വന്നു, ചോറ് കഴിഞ്ഞു, എരപ്പാകാൻ പോവാണ്. കാരണം ഒരാൾക്ക് കിട്ടാനാ തന്നെ എല്ലാവരോടും പറഞ്ഞു നടക്കാം. കാരണം ടെൻഷൻ തീർക്കലെങ്ങനെ ആണ്ടവരോട് മുഴുവൻ പറയും, തീരെ സംസ്കാരം പറയും. അപ്പൊ ചിലർക്ക് ഇങ്ങനെ തോന്നും, അതന്നെ എന്നാ ചോറ് കൊടുക്കുമ്പോ ഒരു ചോട്ടി, എന്ത് ചോട്ടി കൊടുത്ത നല്ലോണം കൊടുത്തിട്ടുണ്ടാവും, തിന്നിട്ടുണ്ടാവും. എന്നാലും പിന്നെ ഒരാൾക്ക് ഒരു മുടി കുടുങ്ങി അങ്ങനെയുള്ള, പിന്നൊക്കെ മുടി കുടുങ്ങിയാന്ന് തോന്നും എന്നതുപോലെ. സഹോദര, നമ്മൾ മനസ്സിലാക്കണം, മുഖത്ത് സന്തോഷം കാണും, സന്തോഷം അസ്തമിക്കുന്നതും കാണാം. എന്നാൽ ഏറ്റവും വലിയ സന്തോഷം നാളെ പരലോകത്ത റബ്ബിനെ കാണുക എന്നുള്ളതാണ് അള്ളാഹു നൽകുന്ന ഏറ്റവും വലിയ മഹത്വം. അള്ളാഹു എന്ന മഹാശക്തിയെ നമ്മൾ കാണും, പക്ഷെ ദുന്യാവിൽ കാണില്ല. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം വല്ലാതെ ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോ അള്ളാഹു തന്റെ പ്രകാശത്തിന്റെ ഒരു അംശം ഒരു പർവ്വതത്തിലേക്ക് സന്നിവേശിപ്പിച്ച് അവൻ നോക്കാൻ പറഞ്ഞു. അപ്പോഴേക്കും മൂസാ നബി ബോധം കെട്ട് വീണുന്നാണ്. പിന്നെ അള്ളാനെ കാണാനുള്ള കൂടി ഉണ്ടായിട്ടില്ല. ഈമല്ലാത്തോണ്ടല്ല, എന്നാലും അള്ളാനെ കാണാൻ വല്ലാതെ ആഗ്രഹം പ്രകടിപ്പിച്ചു മൂസാ നബി അലൈഹിസ്സലാം. ആരും കണ്ടിട്ടില്ല. നമ്മുടെ നബി മാത്രമാണ് മിഅ്റാജിന്റെ യാത്രയിൽ അള്ളാനെ കണ്ടത്. അള്ളാഹ്ക്ക് ഇപ്പൊ അള്ളാനെ വേറെ ആൾക്ക് കാണിച്ചു കൊടുക്കാൻ കഴിയില്ല എന്ന് പറയാൻ പറ്റില്ല. അതിന് അള്ളാഹ്ക്ക് കഴിയുമല്ലോ. ഈ ലോകത്ത് വെച്ച് അള്ളാഹുവിനെ കണ്ടത് പുണ്യ നബി മാത്രമാണ് മിഅ്റാജിന്റെ യാത്ര. ഇന്നി റഅയ്തു റബ്ബീ ബിഐനി വബിഫുആദി, ഞാൻ എന്റെ നഗ്നനേത്രങ്ങളെ കൊണ്ടും എന്റെ ഹൃദയം കൊണ്ടും അള്ളാനെ കണ്ടു.
ഇത് ഉമർ ഖാലി പാടുന്നുണ്ടല്ലോ. ഫറആഹു ഐനൻ വഫുആദൻ മർഹബാ ഫസഖാഹു കൗസ മഹബ്ബത്തിൻ തസ്ലീമാ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. രണ്ട് വില്ലുകൾ അടുത്ത് നിൽക്കുന്നത് പോലെ നബിയും അള്ളാഹു അടുത്തു നിന്നാണ്. അങ്ങനെ ഹൃദയം കൊണ്ടും കണ്ണുകൊണ്ടും നബി അള്ളാഹുവിനെ കണ്ടു. ദുന്യാവിൽ വെച്ച് അള്ളാഹുവിനെ കണ്ടത് അള്ളാഹുവിന്റെ പ്രവാചകൻ മാത്രമാണ്. മോമിനീങ്ങൾക്ക് നാളെ അള്ളാഹുവിനെ കാണാനുള്ള ഒരു അവസരം അള്ളാഹു തരും. എപ്പോ? സ്വർഗത്തിൽ. മഹ്ശറിലൊന്നും കാണൂല. അള്ളാഹു ചോദ്യം ചെയ്യാന്ന് പറഞ്ഞാല് പോലീസുകാർ ചോദ്യം ചെയ്യുമ്പോൾ ഒരു വടിയെടുത്ത് ചോദ്യം ചെയ്യലല്ല സഹോദരൻ, അങ്ങനെ കരുതല്ല. റബ്ബ് ചോദിക്കുന്നില്ല. മഹ്ശറിലൊന്നും റബ്ബിനെ നമ്മളങ്ങനെ നേരിട്ട് കാണൂല. പിന്നെ സുഖാണല്ലോ എന്ന് കരുതരുത്. റബ്ബ് നിയന്ത്രിക്കും. അതൊക്കെ റബ്ബ് നിയന്ത്രിക്കും. എന്നിട്ടോ സ്വർഗത്തിൽ കടന്ന സത്യവിശ്വാസികളോട് അല്ലാഹു ചോദിക്കുമത്രേ, ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും വേണോ? അപ്പോഴും അല്ലാഹനെ കണ്ടിട്ടില്ല. അപ്പൊ ആളുകൾ പറയുമത്രേ, റബ്ബുൽ ആലമീൻ ഇനി എന്ത്? ഒന്നും വേണ്ട, കാര്യം എല്ലാം സ്വർഗത്തിലായല്ലോ. അപ്പൊ അല്ലാഹു തന്റെ മരണം നീക്കുമത്രേ. അപ്പണ് കാണും. അപ്പൊ മോമിനിങ്ങൾ പറയും ഏറ്റവും വലിയ സുഖമാണ്. ഇപ്പൊ നമ്മളൊക്കെ ഇങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ, ഇപ്പൊ സ്വർഗത്തിലിപ്പോ നമ്മള് സൗകര്യങ്ങളെ പറ്റി ഇങ്ങനെ ആലോചിക്കുകയാണെങ്കിൽ അള്ളാനെ കാണലാണ് ഏറ്റവും വലിയ സംഭവം. അതിലിപ്പോ എന്താ അത്ര എന്നുള്ള നമ്മൾ ചിന്തിക്കുക. നമ്മളെന്താ ചിന്തിക്കുന്നത്? സ്വന്തം ഹെലികോപ്റ്റർ വേണം, അവിടെ തകർന്നു വീടുന്ന അവസ്ഥ ഉണ്ടാവില്ല. സ്വന്തം വിമാനം, എനിക്കെന്നെ ഒരു സ്വന്തം വിമാനത്താവളം, ഞാൻ തന്നെ പൈലറ്റ്, ഫസ്റ്റ് ക്ലാസ്സിൽ ഇരിക്കാനും പറ്റണം, ഒക്കെ ഞാൻ തന്നെ, ഒക്കെ ആഗ്രഹിക്കാം. ഇൻഷാ അല്ലാഹ് വലക്കും ഫീഹ എന്ന് പറഞ്ഞിട്ട് അള്ളാഹു പറഞ്ഞല്ലോ, നിങ്ങൾ എന്ത് ആഗ്രഹിച്ചാലും കിട്ടുന്ന. എന്താ ചെറിയ കുട്ടികൾക്കൊരു ക്ലാസ് എടുക്കുമ്പോൾ, ചെറിയ കുട്ടികൾക്കൊരു ക്ലാസ് എടുക്കുമ്പോൾ അവർക്കനുസരിച്ചിരിക്കണമല്ലോ. അപ്പൊ ഞാൻ കുട്ടികളോട് ചോദിച്ചു, നിങ്ങൾക്ക് സ്വർഗത്തിൽ കിടന്ന എന്തൊക്കെ വേണ്ടി വരാന്ന് വെച്ചു. അതിൽ ഇവരാണ് പറയാൻ തുടങ്ങി. ആകെ ബഹളായി. ഞാൻ പറഞ്ഞു ഓരോരുത്തരോട് ചോദിക്കാൻ തുടങ്ങി. ഒരു കുട്ടിയോട് ചോദിച്ചപ്പോൾ ഒരു കുട്ടിയാണ് മുന്തിരി മതിയാണ്. ചെറിയ ചെറിയ കേസുകളാണ്. ഒരു കുട്ടി പറഞ്ഞു എനിക്ക് കമ്പ്യൂട്ടറാണ്. ഒരു കുട്ടി എന്നോട് ചോദിച്ചു എനിക്കെന്താ മോനെ വേണ്ട വെച്ചു. അപ്പൊ ആ കുട്ടി ചോദിച്ചു തോട്ട് ചാടാൻ പറ്റൂല. സ്വർഗത്തിൽ തോട്ട് ചാടാൻ പറ്റും. അപ്പൊ നിലവില് ആ കുട്ടിക്ക് സന്തോഷമുള്ളൊരു സംഗതിയാണ് തോട്ടിൽ ചാടുക എന്നുള്ളത്. പക്ഷെ തോട് നിറഞ്ഞു പോകുന്നൊരു സമയമായതുകൊണ്ട് അമ്മ സമ്മതിക്കുന്നുണ്ടാവില്ല. അപ്പൊ നാളെ പൊങ്ങി ചാണ്ടൊരു പ്രശ്നം വരുമെന്നുള്ളതാണ്. നാളെ വിലക്ക് വരുമെന്നാണ്. അത് ഓരോരുത്തർക്ക് അവർക്കാണ്. ഖിയാമത്ത് പറ്റി പറഞ്ഞപ്പോ ഒരു കുട്ടി ചോദിച്ചില്ലേ അന്ന് സ്കൂൾ ഉച്ചക്ക് വിടുമെന്ന് എന്ന് പറഞ്ഞ പോലെ. അപ്പൊ കുട്ടികൾക്ക് അവർക്കനുസരിച്ചുള്ള ചെറിയ ചെറിയ ചിന്തകളാണുള്ളത്. ഇനിയിപ്പോ നമുക്കൊക്കെ കാട് കയറി ചിന്തക്കാർ വലിയൊരു മാള് സ്വന്തമായിട്ട് ഒരു സൂപ്പർ മാർക്കറ്റും വലിയ സംഭവമല്ല. അപ്പൊ ചെറിയ കടക്കും സൂപ്പർ മാർക്കറ്റും ബക്കാലൊക്കെ ഏരിയൊക്കെ ഉണ്ട്. ആവട്ടെ, എന്തും അവകാശപ്പെടാം. എന്നാൽ സഹോദര, സ്വർഗത്തിൽ നമ്മൾ കരുതിയത് മുഴുവനും ലഭിക്കും. സ്വർഗത്തിൽ നമ്മൾ എന്താണോ മുഴുവനും ലഭിക്കും. എന്നാൽ ആ സ്വർഗത്തിൽ ഏറ്റവും സുഖമുള്ള എന്താന്ന് ചോദിച്ചാൽ കള്ളിന്റെ പുഴയും തേനിന്റെ പുഴയും പാലിന്റെ പുഴയൊക്കെ ഉണ്ടാവും. അതിലേറെയൊക്കെ വലുത് എല്ലാ പഴങ്ങളും കാര്യങ്ങളും മത്സ്യത്തിന്റെ കരളാണ് ആദ്യം വരെ. സ്വർഗത്തിൽ കിടന്ന ആദ്യത്തെ ഭക്ഷണം മത്സ്യത്തിന്റെ കരൾ. നിങ്ങൾ ഇവിടുത്തെ മത്തി അതിന്റെ കരൾ വിചാരിക്കരുത്. മത്സ്യത്തിന്റെ കരളാണ്. എല്ലാം ഉണ്ട്. എന്നാൽ സഹോദര, ഏറ്റവും കൂടുതൽ ഒരാൾ ഇഷ്ടപ്പെടുന്നത് അള്ളാഹു എന്ന മഹാശക്തിയെ കാണലാണ്. അപ്പൊ ആളുകൾ എന്നിട്ട് വല്ലാത്ത സന്തോഷത്തിൽ മതിമറക്കത്ര. അള്ളാഹുവിനോട് പറയും ഇതാണ് ഏറ്റവും വലുത്. അള്ളാഹു നമുക്കതിനെ തൗഫീഖ് നൽകുമാറാവട്ടെ. ആ രംഗം ആലോചിച്ച് നോക്കൂ നിങ്ങൾ. രോമങ്ങനെ എഴുന്നേറ്റും. അതിന് ആഴത്തിൽ ചിന്തിക്കാം. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു അൻആം സൂറത്തിൽ പറയുന്നുണ്ട്, ലാ തുദ്രികുഹുൽ അബ്സാർ വഹുവ യുദ്രികുൽ അബ്സാർ വഹുവൽ ലത്തീഫുൽ ഖബീർ. സുപ്രധാനമായ ഒരു വചനമാണത്. ലാ തുദ്രികുഹുൽ അബ്സാർ വഹുവ യുദ്രികുൽ അബ്സാർ വഹുവൽ ലത്തീഫുൽ ഖബീർ. ഒരു കണ്ണുകളും അവനെ കാണില്ല, സകല കണ്ണുകളെയും അവൻ കാണുന്നവനാണ്. അവൻ നിഗൂഢമായ കാര്യങ്ങൾ അറിയുന്നവനാണ്. അവൻ ലത്തീഫാണ്. അവൻ സൂക്ഷ്മജ്ഞാനിയാണ്. അവൻ ഖബീറാകുന്നു. ഒരു കണ്ണും അവനെ കാണില്ല, എല്ലാ കണ്ണുകളെയും അവൻ കാണുന്നു എന്ന് അൻആം സൂറത്തിൽ അല്ലാഹു പറയുന്നു. ദുനിയാവിൽ ആർക്കും അവനെ കാണാൻ കഴിയില്ല, എന്നാൽ സ്വർഗ്ഗത്തിൽ വെച്ച് കാണാൻ കഴിയും. അല്ലാഹു തആല വിശുദ്ധ ഖുർആനിലെ അൻആം സൂറത്തിൽ മൂസ നബിയോട് ബന്ധപ്പെട്ടിട്ട് പറയുന്നുണ്ട്, ലഅല്ലഹും ബിലിഖാഇ റബ്ബിഹിം യുഖ്മിനൂൻ. തങ്ങളുടെ രക്ഷിതാവിനെ കണ്ടുമുട്ടുന്നതിനെ പറ്റി അവർ വിശ്വാസികൾ ആകുന്നതിന് വേണ്ടി സഹോദര റബ്ബിനെ കാണുന്ന അവസ്ഥ ഉണ്ട് എന്നർത്ഥം. വഖാലല്ലദീന ലാ യർജൂന ലിഖാഅനാ
ഫുർഖാൻ സൂറത്തിൽ അല്ലാഹു വിശദമായിട്ട് പറയുന്നുണ്ട്, നമ്മളെ കണ്ടുമുട്ടുമെന്ന് പ്രതീക്ഷയില്ലാത്ത ആഗ്രഹിക്കാത്ത ആളുകളുടെ അടയാളം അല്ലാഹു തആല ഫുർഖാൻ സൂറത്തിൽ പറയുന്നുണ്ട്. അപ്പൊ അള്ളാഹനെ കാണും. അള്ളാഹനെ കാണുന്നതിൽ പ്രതീക്ഷയില്ലാത്തവരുണ്ട്, ഓന്റെ കാര്യം പോക്കാണ്. അത് ഫുർഖാനിൽ അല്ലാഹു പറയുന്നുണ്ട്, വല്ലദീന കഫറൂ ബിആയാതില്ലാഹി വലിഖാഇഹി ഉലൈക യഇസൂ മിർ റഹ്മതി വഉലൈക ലഹും അദാബുൻ അലീം. മറ്റൊരായത്തിലൂടെ അല്ലാഹു പറയുന്നുണ്ട്, നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ നിഷേധിക്കുന്നവർ വലിഖാഇഹി അല്ലാഹുവിനെ കണ്ടുമുട്ടുന്നതിനെയും നിഷേധിക്കുന്നവർ ഉലൈക യഇസൂ മിർ റഹ്മതി അവർ എന്റെ കാരുണ്യത്തെപ്പറ്റി നിരാശപ്പെട്ടവരാണ്. വഉലൈക ലഹും അദാബുൻ അലീം അവർക്ക് വേദനാജനകമായ ശിക്ഷയുണ്ട്. അത് വേറെ ആയത്തിൽ പറയുന്നുണ്ട്. അപ്പൊ മോമിനീങ്ങൾ അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നതിനെ വല്ലാതെ കൊതിക്കുന്നവരാണ്. മറ്റൊരായത്തിൽ അള്ളാഹു പറയുന്നുണ്ട്, ഖദ് ഖസിറല്ലദീന കല്ലബൂ ബിലിഖാഇല്ലാഹ് അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നതിനെ നിഷേധിക്കുന്ന ആളുകൾ അവർ പരാജയപ്പെട്ടവരാകുന്നു. അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നതിന് നിഷേധിക്കുന്ന ആളുകൾ അവർ പരാജയപ്പെട്ടവരാണ്. മറ്റൊരു വചനത്തിൽ അള്ളാഹു പറയുന്നുണ്ട്, ഇന്നല്ലദീന ലാ യർജൂന ലിഖാഅനാ വറദൂ ബിൽ ഹയാത്തിദ് ദുനിയ വത്മഅന്നു ബിഹാ വല്ലദീന ഹും അൻ ആയാതിനാ ഗാഫിലൂൻ ഉലൈക മഅ്വാഹുമുൻ നാർ ബിമാ കാനൂ യക്സിബൂൻ. അല്ലാഹു തആല സൂറത്ത് യൂനുസിൽ പറയുന്നത്, ഇന്നല്ലദീന ലാ യർജൂന ലിഖാഅനാ നമ്മളെ കണ്ടുമുട്ടുന്നതിന് ആഗ്രഹിക്കാത്ത ആളുകളുണ്ടല്ലോ, വറദൂ ബിൽ ഹയാത്തിദ് ദുനിയാ അവർ ഐഹികമായ ജീവിതത്തെ തൃപ്തിപ്പെട്ടു, അതുകൊണ്ട് അവർ സമാധാനമടഞ്ഞു. അങ്ങനെയുള്ള ആളുകൾ അവർ നമ്മുടെ വചനങ്ങളെ തൊട്ട് അശ്രദ്ധവാന്മാരുമാണ്. അങ്ങനെയുള്ള ആളുകൾ ഉലൈക മഅ്വാഹുമുൻ നാറു ബിമാ കാനൂ യക്സിബൂൻ അവർ ചെയ്ത പ്രവർത്തനങ്ങൾ കാരണം അവരുടെ സങ്കേതം നരകമാകുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് യൂനുസിലൂടെ പഠിപ്പിക്കുന്നുണ്ട്. ഇങ്ങനെ ഖുർആനിൽ അനവധി ആയത്തുകളിലൂടെ അല്ലാഹുവിനെ കണ്ടുമുട്ടുന്നതിനെ പറ്റി പറയുന്നുണ്ട്. സർവശക്തനായ അല്ലാഹു അവനെ കാണാനുള്ള കഴിവ്, നാളെ സ്വർഗത്തിൽ കാണാനുള്ള അവസരം അല്ലാഹു നമുക്ക് നൽകുമാറാവട്ടെ. അങ്ങനെയുള്ള ആളുകൾ വല്ലാത്ത സന്തോഷത്തിലാകും. എന്നാൽ അതേസമയം ഒരു കൂട്ടരോ അന്ന് ചില ആളുകൾ അവരുടെ മുഖം ചുളുങ്ങിപ്പോകുന്നതാണ്. ചുളുങ്ങിപ്പോകുന്നു പറഞ്ഞാൽ എന്താണ്? ആകെ പേടിച്ചുപോയി, ആകെ ഭയപ്പെട്ടു, മനുഷ്യരയിൽ വല്ലാത്ത ഭയവിഹ്വലരായി നിൽക്കുക, ആകെ പേടിച്ചുപോയി. തന്നെ കൊണ്ടൊരു മഹാവിപത്ത് ചെയ്യപ്പെടുമെന്ന് അവൻ ധരിച്ചു, അവൻ ഉറപ്പായും മനസ്സിലാക്കി. അതുകൊണ്ട് അവന്റെ മുഖമാകെ ചുളിഞ്ഞുപോയിരിക്കുന്നു. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ആ ഘട്ടം ഒന്ന് ആലോചിച്ച് നോക്കൂ, ആ ഘട്ടമൊന്ന് ആലോചിച്ച് നോക്കൂ സഹോദര. ആകെ പ്രയാസപ്പെടാണ്. ദുനിയാവിലെ പോലെയല്ല ഇവിടെ രക്ഷപ്പെടുത്താൻ ആരെങ്കിലൊക്കെ ഉണ്ടാവും. അവിടെ ആരും ഇല്ല, ഇവിടെ ആരുമില്ല, ആർക്കും ഒന്നും പ്രയോജനപ്പെടൂല. സുബ്ഹാനല്ലാഹ്, അവനാകെ പേടിച്ചു പോയി. ഖുർആൻ പറയുന്നത് കല്ലാ. നോക്കൂ, വളരെ പ്രധാനപ്പെട്ട. അതുകൊണ്ട് ഇനി നിങ്ങൾ ശ്രദ്ധിച്ചോളി എന്ന് പറഞ്ഞിട്ട് ഒരു 2-3 ആയത്തിലൂടെ ഒരു വലിയ കാര്യമല്ല പറയാം. അതുകൂടി പറഞ്ഞ് നമുക്ക് നൽകും. കല്ലാ, അറിയണം. ഇദാ ബലഗത്തിത് തറാഖിയ വഖീല മൻ റാഖ് ആത്മാവ് തൊണ്ടക്കുടിയിലെത്തിയാൽ വഖീല മൻ റാഖ് അവിടെ ഓതുമ്പോ എങ്ങനെ ഓതണം എന്നറിയാം. വക്കീലമ്മ എന്ന് കഴിഞ്ഞിട്ട് അതിന്റെ മേലെ ചെറിയൊരു സീനുണ്ടാവും. അത് അറിയിക്കുന്നത് എന്താ? ഒരു ചെറിയൊരു അടക്കം വേണം, ശ്വാസം വിടാനും പാടില്ല. അപ്പൊ എങ്ങനെ ഓതണം? വക്കീലമൻ റാഖ്. എങ്ങനെ ആകരുത്? വക്കീലമൻ ശ്വാസം ഒന്ന് വിട്ടിട്ട് റാഖെന്നല്ല, ശ്വാസം നിർത്താതെ എന്ന ഒരല്പം നിന്ന് നിർത്തിയിട്ട് ഓതണം. വക്കീലമൻ റാഖ്. നോക്കൂ, അല്ലാഹു തആല പറയുന്നത് ആത്മാവ് തൊണ്ടക്കുഴിയിലെത്തിയാൽ ഇനി ഇവനെ മന്ത്രിച്ചൂലാൻ ആരുണ്ട് എന്ന് പറയപ്പെട്ടു. ഒരാൾ വളരെ സീരിയസ് ആയിട്ട് കിടക്കാണ്, സക്രാത്തിന്റെ ഹാലിലാണ്. അപ്പോ നമ്മൾ എന്ത് ചെയ്യും? അടുത്തുള്ളവർ പറയും, ഇനി നമ്മൾ ആരെ കാണിക്കുക? ഇനി ഏത് ഡോക്ടറിലേക്ക് പോവുക? ഇനി ഏത് ഹോസ്പിറ്റലിലേക്കാണ് കൊണ്ടുപോവുക? എന്നതുപോലെ ഇനി ആരാണ് മന്ത്രിച്ചൂതുക?
ഇനി ആരാണ് മന്ത്രിച്ചൂതുക? മന്ത്രിച്ചൂതാൻ ആരുണ്ട്? വളന്ന അന്നഹുൽ ഫിറാഖ്, അവൻ ഉറപ്പിച്ചു ഇത് തന്റെ വേർപാട് തന്നെയാണെന്ന്. സുബ്ഹാനല്ലാഹ്, ഇത് തന്റെ വേർപാട് തന്നെയാണെന്ന് അവൻ ഉറപ്പിച്ചു. ആ ഘട്ടം ആലോചിച്ച് നോക്കും. പേടിക്കും നമ്മളിട്ടോ, ആരും പേടിക്കും. നിസ്കാരമില്ല, നോമ്പുമില്ല, ഒന്നുമില്ല. അങ്ങനെ താന്തോന്നിയായിട്ട് തോന്നിയാസം കാട്ടി ജീവിക്കുന്ന എത്ര ആളുകളുണ്ട്. ഓലൊക്കെ എത്ര ആൾക്കാർ അങ്ങനെ മരിച്ചുപോയി. അവർ അനുഭവിച്ചത് നമ്മൾ അറിഞ്ഞോ? നമ്മളറിയില്ല. പോയ ഒരാൾ തിരിച്ചു വരാത്തത് കൊണ്ടാണ്. ഖബറിന്ന് ഒരാൾ ഒരു മഹലിൽ എഴുന്നേറ്റ് വന്ന ആ മഹലിന് ഖുർആൻ ക്ലാസും വേണ്ട, വനിതാ ക്ലാസും വേണ്ട, ഒന്നും വേണ്ട. ആൾക്കാർ നന്നായില്ലേ, പള്ളിക്കൊന്നും പോവില്ല. പള്ളി വലുതാക്കേണ്ടി വരും, പോവില്ല. ഓണം പറഞ്ഞുതരും അടുത്ത അവസ്ഥ. ഗൾഫിലൊരു മേഖലയിൽ പോയിട്ട് ആള് ജീവിതം നയിച്ച് ഇറങ്ങാറായി പോകുന്നതാണെങ്കിൽ ഓൻ പറഞ്ഞിരുന്നതാ, പിന്നെ ആ വാക്ക് പറഞ്ഞു പോവില്ല. അറിയാലോ സഹോദര, ഇവിടെ അള്ളാഹു പറയാണ് വളന്ന അന്നഹുൽ ഫിറാഖ്, ഇത് തന്റെ വേർപാട് തന്നെയാണെന്ന് അവൻ ഉറപ്പിച്ച സന്ദർഭം. വൽതഫത്തിസ്സാഖു ബിസ്സാഖ്, ഒരു കണങ്കാല് മറ്റേ കണങ്കാലുമായി കൂട്ടിപ്പിണഞ്ഞു. ഇലാ റബ്ബിക യൗമഇദിനിൽ മസാഖ്, തന്റെ രക്ഷിതാവിങ്കിലേക്കാണ് എല്ലാവരും ചെന്നെത്തുന്നത്. ആ ഘട്ടം ആലോചിച്ച് നോക്കി. മരണം എല്ലാവർക്കും നിർബന്ധം, മരണം എല്ലാവർക്കും നിർബന്ധം. പ്രവാചകന്മാരൊക്കെ പേടിച്ചു ഈ മരണത്തെ. അതിനുവേണ്ടി അള്ളാഹു നിയോഗിച്ച അസ്രായിലിനെ പറ്റി ആലോചിച്ചു. മഹാനായ ഇദ്രീസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അസ്രായിൽ എന്ന മലക്കിനോട് ചോദിച്ചു, ലോകത്തുള്ള മുഴുവൻ ആളുകളുടെയും ആത്മാവിനെ എങ്ങനെയാണ് നിങ്ങൾ പിടിക്കുന്നത്? എല്ലാ ഭാഗത്തും മരണം നടക്കുന്നുണ്ടല്ലോ, എങ്ങനെ ഈ എല്ലാ ഭാഗത്തും ഇത്ര പെട്ടെന്ന് എത്താൻ കഴിയുന്നത്? ആ സമയത്ത് ഇദ്രീസ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് മഹാനായ അസ്രായിൽ എന്ന മലക്ക് പറഞ്ഞത്, എനിക്ക് ലോകത്തുള്ള മുഴുവൻ ആളുകളുടെയും അർവാഹുകളെ പിടിക്കുക എന്ന് പറയുന്നത് ഒരു സുപ്പറയിൽ നിരത്തിവെച്ച ഭക്ഷണത്തിൽ നിന്ന് ഒരു പിടി വാരിയെടുക്കുന്നത് പോലെയാണ്. സുപ്പറയിൽ ഭക്ഷണം ഇങ്ങനെ പരത്തി വെച്ചാല് ഒരു പിടി കൈയോടെ വാരിയെടുക്കാൻ എന്താ വല്ല പണിയുണ്ടോ? ഇല്ല. ഇതുപോലെയാണ് ലോകത്തുള്ള മുഴുവൻ ആളുകളുടെയും അർവാഹുകളെ ഒറ്റടിക്ക് പിടിക്കാൻ കഴിയുന്നത്. അതാണ് സഹോദര, കൂട്ടിലങ്ങാടിയിൽ മലപ്പുറത്തൊരു മരണം നടക്കുമ്പോ ഇതേ സമയത്ത് അമേരിക്കയിൽ മരണം നടക്കുന്നു. പ്രശ്നമുണ്ടോ? നമുക്ക് നേരം പരപര വെളുക്കുമ്പോ അവിടെ ഇരുട്ട് പരക്കാൻ തുടങ്ങാൻ, അവിടെ പ്രകാശം വതറി വരുമ്പോ അവിടെ പ്രകാശം നഷ്ടപ്പെട്ടു പോവാൻ, സൂര്യൻ അസ്തമിക്കാൻ. എന്നാൽ പോലും അത്ര അകലുണ്ടെങ്കിലും നോക്കൂ, ഭൂമിന്റെ പല ഭാഗത്തും ഒരേ സമയത്ത് പിടിക്കാൻ കഴിയും. ഏത് ഭാഗത്തും പിടിക്കാം. ഒരു സുപ്പറയിൽ ഒരു പ്ലേറ്റിൽ നിരത്തി വെച്ച നോക്കൂ, ഒരു പ്ലേറ്റിൽ നിരത്തി വെച്ച ഭക്ഷണം ഒരു പിടി വാരിയെടുക്കുന്ന ഏതുപോലെയാണ്, അതേ രൂപത്തിലാണ് ലോകത്തിലെ മുഴുവൻ ആളുകളുടെയും അർവാഹുകളെ പിടിക്കുക. പ്രകാശം കൊണ്ട് പടക്കപ്പെട്ട അസ്രായീൽ അലൈഹിസ്സലാം ചിന്തിക്കേണ്ടത് ഇതെല്ലാവരും പിടിക്കും. അത് എവിടുന്നാ കണക്കാക്കിയത്? ആ സ്ഥലത്ത് എങ്ങനെ ഇപ്പൊ നമുക്കൊക്കെ കണക്കാക്കി അറിയോ? അള്ളാഹു നല്ല രൂപത്തിലാകട്ടെ. അള്ളാഹു അതിന് നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. എന്തൊക്കെ മരണങ്ങളെ നമ്മൾ കേൾക്കുന്നത്. അങ്ങനെ സമയം ഉണ്ടല്ലോ എന്നാലോചിച്ചു. ഇദ്രീസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അസ്രായിൽ എന്ന മലക്കിനോട് മരണത്തിന്റെ വേദനയൊന്ന് അറിയിച്ചു തരണമെന്ന് കൽപ്പിച്ചു കൊടുത്തല്ലോ. ഇദ്രീസ് നബിക്ക് അല്ലാഹു തആല അറിയിച്ചു കൊടുത്തു. ഇദ്രീസ് നബി പറഞ്ഞെന്താ അറിയോ? ഒരാളുടെ ശരീരത്തിൽ നിന്ന് തൊലിങ്ങനെ പറിച്ചെടുക്കുമ്പോ എത്ര വേദന, അതിന്റെ 1000 ഇരട്ടി വേദനയാണ് മരണത്തിനുള്ളത്. അമ്പിയാക്കൾക്ക് വളരെ ലഘൂകരിക്കും. എന്നിട്ട് ഇദ്രീസ് നബിയെ പറയും. അപ്പൊ എന്റെ ഇങ്ങനെ അവസ്ഥ ആലോചിച്ചു. ഒരാളോട് മരിക്കാൻ പോകുന്ന ആൾക്ക് മരിക്കുന്ന ആൾക്ക് ഇത് പറയാൻ കഴിയില്ല. തൂങ്ങി മരിക്കുന്ന ആൾക്ക് കൈ ഉയർത്താൻ കഴിയില്ല. അല്ലെങ്കിൽ അയാൾ കയറുന്നു പിടിച്ചിട്ട് അയാൾ പൊങ്ങാൻ നോക്കും. കാരണം അതോടാണ് മരിച്ചാൽ മതിയെന്നാണ്, എപ്പതീന്ന് കഴിച്ചിലാണെന്നാണ്, കഴിയൂല. എന്നതുപോലെ സഹോദര, മരണവേളയിലെ വേദന മറ്റുള്ളവരോട് അറിയിക്കാൻ കഴിയൂല. നബിക്ക് പോലും വന്നു പറഞ്ഞാൽ പിന്നെ എന്തെങ്കിലും കഥയുണ്ട്. റസൂൽ പറഞ്ഞില്ലേ ഫാത്തിമ ബിയോട്, മോളെ മരണത്തിന് വല്ലാത്ത വേദനയായിരുന്നു. ഏതാ ലാസ്റ്റ്? ഫാത്തിമ ബിയാണ്. നിന്റെ ഉപ്പാക്ക് എന്നും വേദനയുള്ള റബ്ബേന്ന് പറഞ്ഞിട്ടാണ് കരഞ്ഞത്. കാരണം ചെറുപ്പത്തിലേ കാണ്ടാണ് നബിന്റെ അടങ്ങ്. ഈ ഫാത്തിമ ബി ചെറിയ കുട്ടിയായിരുന്ന കാലത്താണ് ശത്രുക്കള് സുജൂദ് ചെയ്യുന്ന നബിയുടെ പെരടിയിൽ ഒട്ടകത്തിന്റെ കുടൽമാല. അന്ന് ഫാത്തിമ എന്ന് പറയുന്ന കുട്ടി പൊട്ടി പൊട്ടി കരഞ്ഞു. ചൂടായി ആ കുട്ടിന്റെ ഭാഷയിൽ ശത്രുക്കളോ.
തല ഉയർത്താൻ കഴിയാത്ത നബിയുടെ ആ ഭരടിയിൽ നിന്ന് ആ ഒട്ടകത്തിന്റെ കുടൽമാല ഫാത്തിമ വീണോക്കി. മറ്റൊരു ശത്രുക്കൾ നബിനെ പിടിച്ചു വെച്ചിട്ട് തലയിൽ നിറച്ച് മണ്ണ് വാരി. നബി ഒന്നും പ്രതികരിച്ചില്ല, ഒക്കെ സഹിച്ചു. കുറെ നബിനെ തട്ടി വീട്ടിൽ പോയിട്ട് കുട്ടിയാൾക്ക് കാണിച്ചു കൊടുക്കാം, പെൺകുട്ടിയാൾക്ക്. അതിൽ കരഞ്ഞുപോയി. വാപ്പാന്റെ തലയിൽ ഈ പൂഴി കണ്ടു. ആളുകളെ ഇടങ്ങാറാക്കി. നിങ്ങൾക്കൊന്ന് കൊന്നിപ്പോ ഖുർആൻ പഠിക്കാനും വരാനും ഒരു തടസ്സമില്ല. നബി എത്ര പ്രയാസപ്പെട്ടു. വഫാത്ത് വേളയിൽ ഫാത്തിമ ബീവിയോട് നബി പറഞ്ഞു, മോളെ മരണത്തിന് നല്ല വേദന. 2 ദിവസം മുമ്പ് നബിക്ക് ഭയങ്കര തലവേദനയും കാര്യമായി. ലാസ്റ്റ് ഖുതുബ നബി നിർവഹിക്കുമ്പോ നെറ്റിയിൽ ആ മുണ്ട് ഇങ്ങനെ നനച്ചു, ഒരു മുണ്ട്, തലവേദന കൊണ്ട് നല്ല പനി നബിക്കുണ്ടായിരുന്നു. അപ്പോ എന്റെ പിതാവിന് എന്നും വേദനയാണ്, മരിക്കുമ്പോഴും. അതിൽ നബി തങ്ങൾ പറഞ്ഞു, ലൈസ അലാ അബീകി കർബുൻ ബഅദൽ യൗം, മോളെ ഇതിന്റെ ശേഷം എന്റെ വാപ്പാക്ക് ഇങ്ങനെ വേദനയില്ല, ലാസ്റ്റ് വേദന. അപ്പൊ ഫാത്തിമാവിക്ക് സന്തോഷമായി. ഫാത്തിമാവിക്ക് സന്തോഷം വന്നില്ല. ഫാത്തിമാവി നല്ല വിഷമത്തിലാണ്. പക്ഷെ ഫാത്തിമാവിയോട് നബി പറഞ്ഞു, ഫാത്തിമ ഇനി ഈ വീട്ടിൽ നിന്ന് ആദ്യം മരിക്കുന്ന നീയായിരിക്കും, പോരേ. ഇനി ഈ വീട്ടിൽ നിന്ന് ആദ്യം മരിക്കുന്നത് നീയായിരിക്കും, എന്റെ അരികിലേക്ക് ആദ്യം ഈ കുടുംബത്തിൽ നിന്ന് വരുന്നത് നീയാണെന്ന്. അതിൽ ഫാത്തിമാവി ചിരിച്ചു. അത് ചിരിക്കാൻ ഒരു കാരണം കൂടെ, നാളെ സ്വർഗത്തിലേക്ക് നേതൃത്വം കൊടുക്കുന്നത്, പെണ്ണുങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത് മോളെ നീയായിരിക്കും. അങ്ങനെ ഒരു ഓഫർ കൂടി കൊടുത്തു. അതിൽ ഫാത്തിമാവി പുഞ്ചിരിച്ചു. റസൂലുള്ളാഹിന്റെ വഫാത്തിന്റെ ശേഷം ഭർത്താവായ അലി റളിയല്ലാഹു അൻഹു ചോദിച്ചു, എന്താ നബി എന്നോട് സ്വകാര്യം പറഞ്ഞത്? അപ്പൊ ഇതൊക്കെ പറഞ്ഞു കൊടുത്തു. നീ ആദ്യം മരിക്കുന്നത് ഞാനായിരിക്കും ഈ കുടുംബത്തിൽ നിന്ന് ഫാത്തിമവി പറഞ്ഞതോടുകൂടെ അലി റളിയല്ലാഹു അൻഹു മനസ്സിലായി, ഇനി തന്റെ ഭാര്യ റസൂലുള്ളാഹിന്റെ പ്രിയപ്പെട്ട മോള് തന്റെ കൂടെ കൂടുതൽ കാലം ഉണ്ടാവില്ല എന്ന് അലി റളിയല്ലാഹു അൻഹു മനസ്സിലായി. കാരണം നബിന്റെ പ്രവചനം അങ്ങനെ തന്നെ പുലരും. അതുകൊണ്ട് ചരിത്രം പറയുന്നുണ്ട്, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ജമാഅത്ത് നിസ്കാരം കഴിഞ്ഞാൽ വേഗത്തിൽ പോവത്രേ വീട്ടിലേക്ക്. എന്ത് കാരണം? ഇനി തന്റെ ഭാര്യ അധികകാലം ഉണ്ടാവില്ല, അതുകൊണ്ട് പരമാവധി സമയം അവരുമായി ഇടപഴകണം എന്നുള്ള നിലക്കാണ് ജമാഅത്ത് നിസ്കാരം കഴിഞ്ഞാൽ അവിടെയും ഇവിടെയും തങ്ങാതെ നേരെ വീട്ടിലേക്ക് പോയിരുന്നത്. 6 മാസം പിന്നെ ആയിഷ ഫാത്തിമ ജീവിച്ചു. കൃത്യം നബിയുടെ വഫാത്തിന് ശേഷം 6 മാസം കഴിഞ്ഞപ്പോൾ ഫാത്തിമ ഈ ലോകത്തോട് കടന്നു. ഞാൻ പറഞ്ഞത് ആ അവസ്ഥ ആലോചിച്ച് നോക്കൂ. റസൂലിന് പോലും ചെറിയ വേദന വന്നു എന്ന് പറഞ്ഞാൽ അതിലേറെ വലുതൊന്നും ഇല്ലല്ലോ ലോകത്ത്. അപ്പൊ പിന്നെ എന്റെയും നിങ്ങളുടെയും അവസ്ഥ നമ്മൾ മനസ്സിലാക്കണം. ചിന്തിക്കാൻ പോലും കഴിയില്ല. അത് കുറെ വിശദീകരിക്കണ്ടായിരുന്നു. ഖുർആനിൽ അനവധി സ്ഥലങ്ങളിലൂടെ അല്ലാഹു അത് പറയുന്നുണ്ട്. പക്ഷേ ഈമാൻ ഉണ്ടായാൽ മതി എന്ന കുറെ വേദന അറിയാതെ അതിന് മഹാന്മാര് ഉദാഹരണം പറയുന്നത്, യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സൗന്ദര്യം കണ്ടപ്പോ ചില പെണ്ണുങ്ങൾ അവിടെ കൈ ചെത്തിയതുപോലും അറിഞ്ഞില്ല. സുലൈഖ ബീവി പിന്നെ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ പ്രേമിച്ചത് വലിയ ചരിത്രം. അങ്ങനെ പെണ്ണുങ്ങളൊക്കെ ഇങ്ങനെ പറയാൻ തുടങ്ങി സുലൈഖ ബീവിയെ. സുലൈഖ നമ്മൾ കരുതിയതുപോലല്ല എന്നൊക്കെ പറഞ്ഞു. അതിൽ സുലൈഖ ബീവി എന്ത് ചെയ്തു? യൂസുഫിനെ ഇവർ കാണാത്തോണ്ടാണ് ഇവർക്ക് ഈ തെറ്റിദ്ധാരണ. വീട്ടിലൊരു സദ്യ ഒരുക്കിയിട്ട് അതിലേക്ക് പെണ്ണുങ്ങളൊക്കെ വിളിച്ചു. അങ്ങനെ പെണ്ണുങ്ങളെടുത്ത് പഴം കൊടുത്തു, കത്തിയും കൊടുത്തു, ചെത്തി തിന്നാൻ വേണ്ടി. ഇവര് പഴം അങ്ങനെ ചെത്തിന്റെ അടിയിൽ യൂസുഫ് നബിയെ മുന്നുകൂടി നടത്തിച്ചു. ആര്? സുലൈഖ ബീവി. യൂസുഫ് നബി അവരുടെ മുന്നിലൂടെയാണ് പോയപ്പോ ഈ യൂസുഫ് നബിയുടെ ഈ സൗന്ദര്യം കണ്ടതോടുകൂടെ പെണ്ണുങ്ങൾ എന്ത് ചെയ്തു? അറിയാതെ കൈ ചെത്തിപ്പോയി. ആ സൗന്ദര്യത്തിൽ ലയിച്ചു പോയതാണ്. വെറുതെ അല്ല സുലൈഖ പ്രേമിച്ചത് എന്ന് പെണ്ണുങ്ങൾക്ക് ബോധ്യം വരാൻ വേണ്ടിയിട്ടാണ്. മഹാന്മാര് പറയുന്നത്, യൂസുഫ് നബിയുടെ സൗന്ദര്യം കണ്ടപ്പോ, യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സൗന്ദര്യം കണ്ടപ്പോൾ അതിൽ നിന്നും മറന്നുകൊണ്ട് കൈ ചെത്തി. 2 വട്ടം ചെത്തി ചിലര്. 1 വട്ടം കൈ എത്തുമ്പോ എത്ര വേദന ഉണ്ടാവും, ആ വേദന അറിഞ്ഞില്ല. മഹാന്മാര് പറയുന്നത് ഇതുപോലെയാണ്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മുഅ്മിനായ മനുഷ്യന് സ്വർഗത്തിൽ അവനിക്ക് ലഭിക്കാൻ പോകുന്ന കൊട്ടാരത്തിന്റെ ഫോട്ടോ കാണിച്ചു കൊടുക്കുമ്പോ അസ്രായീൽ എന്ന മലക്ക് റൂഹിനെ പിടിക്കുമ്പോൾ വേദന കുറെ അറിയാതെ പോകും. അള്ളാഹു നമുക്കതിന് തൗഫീഖ് നൽകുമാറാവട്ടെ. പിന്നെ മലക്കുകൾ ഇങ്ങനെ സമാധാനിപ്പിക്കല്ലേ, അല്ലാ തഖാഫു വലാ തഹ്സനു വഅബ്ശിറൂ ബിൽ ജന്നത്തില്ലതീ കുൻതും തുഅദൂൻ.
നഹ്നു ഔലിയാഉകും ഫിൽ ഹയാത്തി ദുനിയ വഫിൽ ആഖിറ വലക്കും ഫീഹാ മാ തഷ്തഹി അൻഫുസുകും വലക്കും ഫീഹാ മാ തദ്ഊൻ. ഇത് മലക്കുകൾ മുഅ്മിനീങ്ങളോട് പറയുമെന്ന് അല്ലാഹു ഖുർആനിൽ പറയുന്നു. ആ മേറ്റർ അങ്ങനെ തന്നെ പറയും. മുഅ്മിനായ ഒരാൾ മരിക്കുമ്പോൾ മലക്കുകൾ പറയുന്നെന്താ? അല്ലാ തഖാഫൂ വലാ തഹ്സനു, പേടിക്കണ്ട, ദുഃഖിക്കണ്ട. പേടിക്കണ്ട എന്ന് പറഞ്ഞാൽ ഒരുപാട് കടമ്പകൾ ഇനി കടക്കാണ്ട്, അതൊന്നും ആലോചിച്ച് എന്ത് ചെയ്യണ്ട, പേടിക്കണ്ട, രക്ഷപ്പെടും. ബന്ധുക്കളെ കാര്യം ആലോചിച്ച് ദുഃഖിക്കും വേണ്ട. കാരണം ഇവിടെ ഭാര്യ, സന്താനങ്ങൾ, മാതാപിതാക്കള്, ഞാൻ മരിച്ച റബ്ബേ ഓല, അതൊന്നും ചിന്തിക്കണ്ട, ഒരു ദുഃഖം വേണ്ട. അതിന്റെ വ്യാഖ്യാനത്തിൽ കാണാം, ഒരു മുഅ്മിനായ മനുഷ്യനാണോ അവന്റെ കുടുംബത്തിന് അല്ലാഹു തആല രക്ഷ കൊടുക്കും, അവന്റെ ഭാര്യക്ക് അല്ലാഹു രക്ഷ കൊടുക്കും, അവന്റെ മക്കൾക്ക് അല്ലാഹു രക്ഷ കൊടുക്കും. അവന്റെ പെൺകുട്ടിന്റെ കാര്യം അവിടെ പ്രശ്നം ഉണ്ടാവില്ല, അതിനെ കെട്ടിക്കുന്ന കാര്യം പ്രശ്നം ഉണ്ടാവില്ല, മക്കൾക്ക് വീടിന്റെ കാര്യം പ്രശ്നം ഉണ്ടാവില്ല. അതൊക്കെ ഇങ്ങനെ ശരിയാകാനുള്ള വകുപ്പുകൾ പഠിച്ചാൽ കൊടുക്കും. എങ്ങനെയൊക്കെ ഇങ്ങനെ ശരിയായി വരും. അതിനോരോ നിമിത്തങ്ങളുണ്ടാവും. ചിലപ്പോൾ നാട്ടിലുള്ള ആളുകൾക്ക് അയാൾക്കൊരു ബൈത്തുർ റഹ്മ ഉണ്ടാക്കി കൊടുക്കണമെന്നേ കാരണം മനസ്സിൽ അല്ലാഹു തോന്നിപ്പിച്ചാൽ പോലെ വീടായി. അത് ഞാനൊരു ഉദാഹരണം പറഞ്ഞതാണ്. ആ കുട്ടികളുടെ കാര്യം ഏറ്റെടുക്കാനുള്ള മനസ്സുണ്ടാവും അല്ലെ? ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഈ ലോകത്തോട് വട പറഞ്ഞു സുന്ദരമായി മൂത്തത്തിന്റെ പടക്കളത്തിൽ. എന്റെ കമ്മി എന്തേലുണ്ടായോ? ജഅഫർ റളിയല്ലാഹുവിന്റെ മകൻ അബ്ദുള്ള എന്ന് പറയുന്ന കുട്ടിയെ നബി മാറോട് ചേർത്ത് വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, ജഅഫറിന്റെ കുട്ടികൾക്ക് ദുനിയാവിലും ആഖിറത്തിലും ഞാനാണ് പിതാവ്. ഏറ്റെടുത്തു. നബിക്ക് അങ്ങനെ മനസ്സിലുള്ളതിന്റെ കാര്യം. എന്നിട്ട് മലക്കാള് മരണവേളയിൽ പറയാണ്, നഹ്നു ഔലിയാഉകും ഫിൽ ഹയാത്തി ദുനിയാ വഫിൽ ആഖിറ, ദുനിയാവിലും ആഖിറത്തിലും നിങ്ങളുടെ കൂട്ടുകാരാണ് ഞങ്ങൾ. മലക്കൾ സമാധാനിപ്പിക്കാം. മരണവേളയിൽ റഹ്മത്തിന്റെ മലക്കൾ സമാധാനിപ്പിക്കാണ്, നിങ്ങളെ കൂട്ടുകാര് നമ്മളാണ്, നിങ്ങളൊരു പേടിയും പേടിക്കണ്ട. അല്ലാഹു തആല അങ്ങനെ മരിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അവസാനം പറയും, വലക്കും ഫീഹാ മാ തസ്തഹി അൻഫുസുകും വലക്കും ഫീഹാ മാ തദ്ഊൻ, നിങ്ങൾ എന്ത് കൊതിച്ചാലും എന്ത് ആവശ്യപ്പെട്ടാലും ആ സ്വർഗത്തിലുണ്ട്. ആ സ്വർഗം നിങ്ങൾക്ക് കിട്ടാൻ പോവാൻ, നിങ്ങൾ പേടിക്കണ്ട. അപ്പൊ വേദന കുറെ അറിയാതെ പോകും. പിന്നെ കൊട്ടാരാണ് കാണുന്നത്. ആസിബി ആ കൊട്ടാരമുള്ള കണ്ടത് നിങ്ങൾക്കൊക്കെ കാണാൻ കഴിയും. അള്ളാഹു നമുക്കതിന് ഭാഗ്യം നൽകുമാറാവട്ടെ. അള്ളാഹു പറയണ അവസ്ഥയിൽ നമ്മളെത്തണം. കല്ലാ ഇദാ ബലഗതി തറാഖിയ വഖീല മൻ റാഖ് വഖീല മൻ റാഖ് വളന്ന അന്നഹുൽ ഫിറാഖ് വൽതഫത്തിസ് സാഖു ബിസ്സാഖ്. അള്ളാഹു പറയുന്നത്, ആത്മാവ് തൊണ്ടക്കുഴിയിലെത്തിയാൽ ഇനി ആരാണ് മന്ത്രിച്ചൂതാനെന്ന് പറയപ്പെടുകയും ചെയ്തു. അള്ളാഹു പറയുന്നു, ഇത് തന്റെ വേർപാട് തന്നെയാണെന്നവൻ ഉറപ്പിച്ചു. ഒരു കണങ്കാല് മറ്റേ കണങ്കാലുമായി കൂട്ടിപ്പണഞ്ഞു. ഇദാ റബ്ബിക യൗമഇദിനിൽ മസാഖ്, അന്നേ ദിവസം റബ്ബിലേക്ക് മാത്രമാണ് എല്ലാവരും ചെന്നെത്തുന്നത്. ആർക്കും കുതറി മാറാൻ കഴിയില്ല. ഈ ബാക്കിയൊക്കെ കൂട്ടിക്കൊടുത്താൽ മതി. ആ കണങ്കാല് കൂട്ടിപ്പണയാന്ന് പറഞ്ഞല്ലോ, ഈ ബാക്കിയൊക്കെ കൂട്ടി വായിച്ചോ. നമ്മുടെ ശരീരമാണ് തണുക്കുന്നൊരു സമയം. മൂക്കിൽ പഞ്ഞി വരുന്നു, മലദ്വാരത്തിൽ പഞ്ഞി നല്ലോണം വെക്കുന്ന സന്ദർഭം ആലോചിച്ചു നോക്കും. എന്റെ നിങ്ങളുടെയൊക്കെ അവസ്ഥ ഇതാണ്. ആ സമയം വരാനുണ്ട്. ചിലപ്പോൾ അടുത്ത ക്ലാസ് നമ്മൾ വന്നോളണമെന്നില്ല, ഖബറിലാകാം. എപ്പോ മരിച്ചാലും വേണ്ടില്ല. അല്ലാഹു തആല ഈമാൻ പ്രദാനം ചെയ്യുമാറാവട്ടെ. മുഅ്മിനീങ്ങൾക്ക് പെട്ടെന്നുള്ള മരണ ഖൈറാണ്. ഈമാൻ കിട്ടുന്നുണ്ടെങ്കിൽ, ഈമാൻ ലഭിക്കും എന്നുണ്ടെങ്കിൽ പെട്ടെന്നുള്ള മരണ ഖൈറാണ്. പെട്ടെന്ന് പോയതുകൊണ്ടല്ല, എന്തായാലും പോകണം. ബാക്കിയുള്ളവർക്ക് പ്രശ്നം വരൂലല്ലോ, പിന്നെന്താ പോയതുകൊണ്ട്. നമുക്ക് ഈമാൻ കിട്ടാൻ തന്നെ പറയേണ്ടത്. പെട്ടെന്നാണെങ്കിലും നേരത്തെ പോവുകയാണെങ്കിലും ദീർഘായുസ് കിട്ടിയാൽ കൂടുതൽ അമൽ ചെയ്യാനുള്ള അവസരം ഉണ്ടാവും. അമൽ കൂടുതൽ ചെയ്യാനുള്ള അവസരം ഉണ്ടെങ്കിൽ മാത്രം ദീർഘായുസ് കിട്ടിയാൽ മതി. ദീർഘായുസ് കിട്ടിയാൽ പഴച്ചു പോകുന്നുണ്ടെങ്കിൽ എന്തിനാ ദീർഘായുസ്? ദീർഘായുസ് കിട്ടിയ അമൽ ചെയ്യാതെ കുറെ തെറ്റ് കുന്നുകൂടാൻ കാരണമാവുന്നുണ്ടെങ്കിൽ എന്തിനാ ദീർഘായുസ്? കുറച്ചല്ല, ആകെ 70, 80, 90, 100 അല്ല ആകെ ഉള്ളത്. ഈമാൻ കിട്ടാൻ നല്ലോണം ദുആക്കണം. അള്ളാഹുവോട് നല്ലോണം പ്രാർത്ഥിക്കാം. നമ്മുടെ വീട്ടിന്റെ മുറ്റത്ത് കുറെ ആളുകൾ വരുന്നൊരു സമയമുണ്ട്. കുറെ മുറ്റത്ത് നമ്മൾ പോയതാണ്. കുറെ ചെരിപ്പടിക്കാരികൾ വരും. ഇന്റർലോക്ക് ചെയ്ത മനോഹരമായ നമ്മുടെ മുറ്റത്ത് നമ്മുടെ മയ്യത്ത് കട്ടിൽ ഇറക്കി വെക്കുന്നൊരു സന്ദർഭം. ആ രംഗം നമ്മൾ ആലോചിക്കും. ഇന്ന് നമുക്ക് വാഹനം മതിയാവൂല. പണത്തിനനുസരിച്ച് നമ്മൾ ഏറ്റവും മുന്തിയ വാഹനങ്ങൾ എടുക്കുക. അവസാനം ആ മയ്യത്ത് കട്ടിൽ പോകുന്ന രംഗം. പള്ളിയിൽ നിന്ന് നമ്മൾ ജുമുഅ കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ ചിലപ്പോൾ മയ്യത്ത് കട്ടിലെന്നുള്ള പൊടി കണ്ടിട്ട് നമ്മൾ പോകും. ആ പൊടി ചിലപ്പോൾ നമുക്ക് തട്ടപ്പെടുന്നതാണ്. രാവിലെ 8 മണിക്ക് കറണ്ട് പോകുന്ന കരുതിയിട്ട് ചിലപ്പോൾ നമ്മൾ വേഗം മോട്ടറിന്റെ സ്വിച്ച് ഒന്ന് ഓൺ ചെയ്തിട്ട് ടാങ്കിൽ വെള്ളം നിറച്ചു വെക്കും.
9 മണിക്ക് നമ്മുടെ മരണം നടന്നു എന്ന് കൂട്ടിക്കോളും. ആളുകൾ മയ്യത്തെടുക്കാൻ തീരുമാനിക്കും. ഇന്ന സമയത്ത് 5 മണിക്ക് മയ്യത്തെടുക്കാം. ഒരു 3 മണിക്കെങ്കിലും നമുക്ക് മയ്യത്ത് കുളിപ്പിക്കാൻ എടുത്തു വെക്കണം. സഹോദര, ടാങ്കിൽ നിന്നാണ് വെള്ളം എടുക്കുന്നത്. വെള്ളം ചൂടാക്കരുത്. മയ്യത്ത് കുളിപ്പിക്കാൻ വെള്ളം ചൂടാക്കണ്ട. തണുത്ത വെള്ളമാണ് വേണ്ടത്, സാധാ വെള്ളം. രാവിലെ 8 മണിക്ക് കറണ്ട് പോകുന്ന കരുത്തിട്ട് അയാളെന്റെ മോൻ ടാങ്കിൽ വെള്ളം നിറച്ചിട്ടതാണ്. ആ വെള്ളം അയാളെ മയ്യത്ത് കുളിപ്പിക്കാൻ ആലോചിച്ച് നോക്കൂ നിങ്ങൾ. ഇതല്ലേ നമ്മുടെ അവസ്ഥ? നമ്മൾ ചിലപ്പോൾ മാർക്കറ്റിൽ പോയിട്ട് സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ടുവരും, ഉച്ചയ്ക്ക് വേണ്ടി, ഭക്ഷണത്തിന് വേണ്ടി. കഴിക്കുന്ന ഉറപ്പില്ലേ സഹോദരൻ? ഇല്ല. വസ്ത്രം നമ്മൾ വാങ്ങി അടിച്ച് കൊണ്ടുവന്നിട്ടുണ്ടാവും. ഒരാളെ തൗഫീഖ് ചിലപ്പോൾ ഉണ്ടായിക്കൊള്ളുന്നില്ല. തീരെ ഗ്യാരണ്ടി ഇല്ല. അതുകൊണ്ട് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കുക. ഇൻഷാ അല്ലാഹ് ഇത്ര നല്ല കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ അറിയാതെ നമ്മൾ രക്ഷപ്പെടും. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല ഈമാനോടുകൂടെ മരിക്കാൻ നമുക്ക് എല്ലാവർക്കും അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അല്ലാഹു തആല പൂർണ്ണ ഈമാനിൽ മരിക്കാൻ നമുക്ക് ഭാഗ്യം നൽകുമാറാവട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥിച്ച് ഞാൻ അവസാനിപ്പിക്കണം ഇൻഷാ അല്ലാഹ്. ഇനി അടുത്ത ഭാഗം ഫലാ സ്വദ്ദഖ വലാ സ്വല്ല എന്നുള്ള ഭാഗം ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ പറഞ്ഞതും കേട്ടതും സ്വാലിഹായ അമലായി നമ്മിൽ നിന്ന് അല്ലാഹു ഖബൂലാക്കുമാറാവട്ടെ. ആമീൻ എന്ന് പ്രത്യേകം ദ്വാരക്കാണ്. നമ്മുടെ മാസത്തിൽ നടത്തി വരുന്ന സ്വലാത്ത് ഇന്ന് മദ്രസയിൽ വെച്ച് മഗ്‌രിബിന്റെ ശേഷം നടക്കും. അയ്യൂബ് സഖാഫി പങ്കെടുക്കും. ആ കാര്യം നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് വേണ്ടി ഒരു ഭക്ഷണം ഇവിടെ ഒരുക്കിയത്, അത് കഴിച്ചിട്ട് വേണം എല്ലാവരും പോവാൻ. നമ്മുടെ ജിദ്ദയിലുള്ള തെന്നലക്കാരനായ നമ്മുടെ നജീം എന്ന് പറയുന്ന സഹോദരനിലേക്ക് ചെലവ് ചെയ്തു. അല്ലാഹു തആല ആ സഹോദരന്റെ മൂത്തമ്മയുടെ അസുഖം അല്ലാഹു പരിപൂർണമായി ഭേദമാക്കി കൊടുക്കുമാറാവട്ടെ. അല്ലാഹു തആല നല്ല ആരോഗ്യം പ്രദാനം ചെയ്യുമാറാവട്ടെ. അതുപോലെ ആ സഹോദരനിൽ നിന്ന് മരണപ്പെട്ടു പോയ വല്യമ്മ വല്യപ്പ അവർ ഉദ്ദേശിച്ചവരുടെ ഖബറിലേക്ക് അതിന്റെ പ്രതിഫലം എത്തിച്ചു കൊടുക്കുമാറാവട്ടെ. ആമീൻ എന്ന് പ്രത്യേകം ദുആ ചെയ്യാണ്. നമ്മുടെ ആ സഹോദരൻ അല്ലാഹു നല്ല ആരോഗ്യം പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാഹു തആല ജോലിയിൽ ബർക്കത്തും ശമ്പളത്തിൽ വർധനവും അല്ലാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. ഖുർആന്റെ ഈ സഹസിലേക്ക് നൽകിയത് അല്ലാഹു ഖബൂലാക്കുമാറാവട്ടെ. എന്തൊരു മൈക്കില്ലത് കൂടി അല്ലേ ലാനിഫാക്കാൻ ആളെ ഏറ്റവും അൽഹംദുലില്ലാഹ്. പിന്നെ നമ്മുടെ ഒരു മൈക്ക് ഇത് പുതിയത് വാങ്ങിയതാണ്. അതിന്റെ ഒരു സംഖ്യ കൂടി ആ സഹോദരൻ ഒരുപാട് ഉണ്ടായിട്ടല്ല കേട്ടതൊന്ന്. കുടുംബത്തിൽ ചിലപ്പോൾ കഷ്ടം ബുദ്ധിമുട്ടുമായിരിക്കും. നമുക്കൊരു വലിയ മാതൃകയാണത്. അല്ലാഹു തആല ഇതിനെ പരിപൂർണ്ണ എത്ര ആയത്തുകൾ ഇതിലൂടെ ഒഴുകി വരുന്ന അതിന്റെയൊക്കെ ഒരു വിഹിതം കിട്ടുമല്ലോ. നമ്മളൊക്കെ ചെലവഴിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സഹോദരന്റെ ജോലിയിലും മറ്റും ബർക്കത്ത് പ്രദാനം ചെയ്യുമാറാവട്ടെ. ആമീൻ എന്ന് പ്രത്യേകം ദുആ ചെയ്യുന്നു. അപ്പോൾ നമ്മൾ അവരുടെ പേരിൽ അവരുദ്ദേശിച്ചവരുടെ പേരിൽ നമുക്കൊരു ഫാത്തിഹ ദ്വാരക്കാം. അതുപോലെ നമ്മുടെ കൂട്ടത്തിൽ നിന്നൊക്കെ ഒരുപാട് ആളുകൾ മരിച്ചു പോയിട്ടുണ്ട്. മാതാപിതാക്കളും മറ്റും ഉദ്ദേശിച്ച് നമുക്കൊരു ഫാത്തിഹ ദ്വാരന്ന് പെട്ടെന്ന് ചെയ്യാം. فاعلم أنه لا إله إلا الله 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 لا إله إلا الله. أستغفر الله العظيم أستغفر العظيم أستغفر الله 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 العظيم. اللهم صل على محمد والآل كلهم وسلم. اللهم صل على محمد اللهم صل على محمد والآل كلهم وسلم. اللهم صل على محمد والآل كلهم وسلم. اللهم صل على محمد والآل كلهم وسلم.
اللهم صل على محمد والآل كلهم وسلم 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 اللهم صل على محمد والآل كلهم وسلم. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. الحمد لله رب العالمين حمدا يوافي نعمه ويكافي مزيدا. اللهم صل على سيدنا محمد وعلى آل سيدنا مولانا മുഹമ്മദ്. അല്ലാഹുവേ, പരിശുദ്ധമായ ഖുർആനിന്റെ മജ്‌ലിസിലെ ഒരുമിച്ച് കൂടിയത് സ്വീകരിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഖുർആൻ പഠിക്കുന്നതിന്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളുടെ പാപങ്ങളൊക്കെ പൊറുക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ ഇബാദത്തുകൾ സ്വീകരിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ ഇബാദത്തുകളിൽ വരുന്ന പോരായ്മകൾ ഞങ്ങൾക്ക് നീ പരിഹരിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, നമ്മുടെ ജീവിതത്തിൽ ഐശ്വര്യം നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, സഹസിൽ ഒരുമിച്ച് കൂടിയവർ എല്ലാ നല്ല ഉദ്ദേശങ്ങളും പൂർത്തീകരിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ നിസ്കാരം, ഖുർആൻ പാരായണം, ദാനധർമ്മങ്ങൾ, എല്ലാ ഇബാദത്തുകളും സ്വീകരിക്കണേ റഹ്മാനെ. അതിന് മതിയായ പ്രതിഫലം നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, നിന്റെ ഖുർആനുമായി കൂടുതൽ ബന്ധപ്പെടാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ റഹ്മാനെ. അഷ്റാഫു ഉമ്മത്തി ഹമലത്തുൽ ഖുർആൻ, എന്റെ ഉമ്മത്തിലെ ഏറ്റവും ഉന്നതർ ഖുർആൻ വാഹകരാണെന്ന് പറഞ്ഞ ആ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ റഹ്മാനെ. ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമ, നിങ്ങളിൽ അത്യുന്നതർ ഖുർആൻ പഠിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണെന്ന് പുണ്യനബി പഠിപ്പിച്ചു. അല്ലാഹുവേ, ഈ പ്രവർത്തനം അതിൽ പെടുത്തണേ റഹ്മാനെ. ഞങ്ങൾ ആ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ റഹ്മാനെ. വിദേശങ്ങളിലടക്കം ക്ലാസ് റൂം വഴിയും മറ്റും ഇത് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങൾ, അല്ലാഹുവേ, അവരെയും ഈ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ റഹ്മാനെ. ഞങ്ങൾക്കെല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, നിന്റെ ഖുർആനുമായി ബന്ധപ്പെടുന്നത് കൊണ്ട് ഈമാന് നൽകണേ റഹ്മാനെ. ഞങ്ങൾക്ക് ഈമാന് വർദ്ധിപ്പിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഹിദായത്ത് നൽകണേ റഹ്മാനെ. റബ്ബേ, ഞങ്ങളെ ഒരിക്കലും പഴപ്പിക്കല്ല റഹ്മാനെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഞങ്ങളെ നീ ഉറപ്പിച്ചു നിർത്തണേ റഹ്മാനെ. പഠിച്ചവനെ, ഞങ്ങൾക്ക് ഈമാന് നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ ഹിദായത്ത് നഷ്ടപ്പെടുത്തല്ല റഹ്മാനെ. പഠിച്ചവനെ, ഞങ്ങളുടെ എല്ലാ സൽപ്രവർത്തനങ്ങളും അത് കുറ്റമറ്റ രൂപത്തിൽ ചെയ്യാനുള്ള തൗഫീഖ് നൽകണേ റഹ്മാനെ. പഠിച്ചവനെ, ഈ സദസ്സിലുള്ളവർ, പുറത്ത് ഇത് വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നവർ, ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവർ, എല്ലാവരുടെ ജോലികളിലും ബർക്കത്ത് നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, ജോലിയില്ലാത്തവർക്ക് ജോലി നൽകണേ റഹ്മാനെ. വിദേശങ്ങളിലുള്ള ഞങ്ങളുടെ സഹോദരങ്ങളുടെ ജോലികളിൽ ബർക്കത്ത് നൽകണേ റഹ്മാനെ. വിദേശങ്ങളിലുള്ള ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് റാഹത്തോടെ കുടുംബത്തിലേക്ക് അണയാൻ ഭാഗ്യം നൽകണേ റഹ്മാനെ. അവരുടെ എല്ലാ ബുദ്ധിമുട്ടുകളും തീർത്തു കൊടുക്കണേ റഹ്മാനെ. ഞങ്ങൾക്കും അവർക്കും അപകടം നൽകല്ല റഹ്മാനെ. അപകട മരണങ്ങൾ നൽകല്ല റഹ്മാനെ. പോസ്റ്റ്മോർട്ടം ചെയ്യപ്പെടേണ്ട രൂപത്തിലുള്ള മരണങ്ങൾ നൽകല്ല റഹ്മാനെ. ക്യാൻസർ പോലത്തെ മാരകമായ രോഗങ്ങൾ നൽകല്ല റഹ്മാനെ. നിന്റെ കലാമിനെ പരിഗണിക്കുന്നത് കൊണ്ട് ഞങ്ങളെ നീ പരിഗണിക്കണേ റഹ്മാനെ. ഞങ്ങളുടെ ഭാര്യമാരുടെ രോഗങ്ങൾക്ക് ശിഫ നൽകണേ റഹ്മാനെ. മാതാപിതാക്കളുടെ രോഗങ്ങൾക്ക് ശമനം നൽകണേ റഹ്മാനെ. മക്കളുടെ രോഗങ്ങൾ ഭേദമാക്കി തരണേ റഹ്മാനെ.
ഞങ്ങളെ കുടുംബത്തിൽ ആർക്കും മാരക രോഗങ്ങൾ നൽകല്ല റഹ്മാൻ. ക്യാൻസർ ബാധിച്ച് മറ്റും പ്രയാസപ്പെടുന്നവരുണ്ട്. വേദനകൾക്ക് ശമനമില്ലാതെ 24 മണിക്കൂറും പ്രയാസപ്പെടുന്നവരുണ്ട്. അല്ലാഹുവയുടെ വേദനകൾക്ക് ശമനം നൽകണേ റഹ്മാൻ. ഇത്തരത്തിലുള്ള പരീക്ഷണങ്ങൾ ആർക്കും നൽകല്ല റഹ്മാൻ. കൈകാലുകൾ നഷ്ടപ്പെടുന്നൊരവസ്ഥ നൽകല്ല റഹ്മാൻ. കണ്ണിന്റെ കാലിന്റെ ഉപകാരങ്ങൾ നഷ്ടപ്പെടുത്തല്ല റഹ്മാൻ. അല്ലാഹുവേ നിനക്ക് ശുക്ർ ചെയ്യുന്നവരിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ റഹ്മാൻ. നിന്റെ മഹാനുഗ്രഹം റബ്ബേ ഞങ്ങൾക്ക് ലഭിച്ചു. അല്ലാഹുവേ ഇത് നിലനിർത്തി തരണേ റഹ്മാനെ. ആരോഗ്യമാണ് പ്രധാനം, ഞങ്ങൾക്കത് നൽകണേ റഹ്മാനെ. ശരീരം തളർന്ന് കിടക്കുന്നത് കൂടുന്ന കാലമാണ് റബ്ബേ, ഞങ്ങളെ കാക്കണേ റഹ്മാനെ. ഒരു ഭാഗം കുഴഞ്ഞു എന്ന് കേൾക്കുന്നത് അധികരിക്കുന്നു റബ്ബേ, ഞങ്ങളെ കാക്കണേ റഹ്മാനെ. ഞങ്ങളാർക്കും ഒരു ഭാരമാക്കല്ല റഹ്മാനെ. കാഷ്ടവും മൂത്രവും കളയാൻ മറ്റൊരാളെ സഹായം തേടേണ്ട ഒരവസ്ഥ നൽകല്ല റഹ്മാനെ. ബെഡിൽ അതൊക്കെ പോകുന്നൊരവസ്ഥ നൽകല്ല റഹ്മാനെ. അല്ലാഹുവേ വെള്ളത്തിന്റെ കിടക്കയിൽ കിടക്കുന്നൊരവസ്ഥ, വെള്ളം നിറച്ച കിടക്കയിൽ കിടക്കുന്നൊരവസ്ഥ, കാറ്റ് നിറച്ച കിടക്കയിൽ കിടക്കുന്നൊരവസ്ഥ റബ്ബേ ഞങ്ങൾക്ക് നീ നൽകല്ല റഹ്മാനെ. ഇത്തരത്തിലുള്ള പ്രയാസങ്ങൾ നൽകല്ല റഹ്മാനെ. അല്ലാഹുവേ ആശുപത്രിയിൽ നിന്ന് ആശുപത്രികളിലേക്കുള്ളൊരു ഓട്ടം നൽകല്ല റഹ്മാനെ. പടച്ചവനെ ഞങ്ങളോട് പ്രത്യേകം ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുള്ള ഉദ്ദേശങ്ങളെ പൂർത്തീകരിക്കണേ റഹ്മാനെ. അല്ലാഹുവേ പ്രത്യേകം ഈ സഹസിലേക്ക് ഗൾഫിലുള്ള ഞങ്ങളുടെ സഹോദരൻ നൽകിയത് കുടിക്കാൻ വേണ്ടി ഭക്ഷണം ഇതിലേക്ക് നൽകിയത് റബ്ബേ സ്വീകരിക്കണേ റഹ്മാനെ. ആ സഹോദരന്റെ മാതൃ സഹോദരിയുടെ രോഗത്തിന് ശിഫ നൽകണേ റഹ്മാനെ. ആ സഹോദരൻ ഉദ്ദേശിച്ചവരുടെ ഖബറിലേക്ക് അതിന്റെ പ്രതിഫലം എത്തിച്ചു കൊടുക്കണേ റഹ്മാനെ. അവരുടെ ഖബർ വിശാലമാക്കി കൊടുക്കണേ റഹ്മാനെ. ഞങ്ങൾ ഓതിയ ഫാത്തിഹ ഇഖ്ലാസ് മുഅവ്വിദത്തൈനി സ്വീകരിക്കണേ റഹ്മാനെ. അതിന്റെ പ്രതിഫലം അവരുടെ ഖബറിലേക്ക് എത്തിച്ചു കൊടുക്കണേ റഹ്മാനെ. അതുപോലെ ഞങ്ങൾ നിന്നൊക്കെ മരണപ്പെട്ടു അവരുടെ ഖബർ വിശാലമാക്കി കൊടുക്കണേ റഹ്മാനെ. അവർക്കൊക്കെ മഗ്ഫിറത്തും റഹ്മത്തും നൽകണേ റഹ്മാനെ. പടച്ചവനെ ഗൾഫിലുള്ള സഹോദരങ്ങളൊക്കെ ഞങ്ങളുടെ സഹോദരങ്ങളുടെ ജോലികളിലൊക്കെ ബർക്കത്ത് നൽകണേ റഹ്മാനെ. അല്ലാഹുവേ ഖൈറായ ജീവിതം നൽകണേ റഹ്മാനെ. ഒരപകടത്തിലും അവരെ പെടുത്തല്ല റഹ്മാനെ. അല്ലാഹുവേ ഞങ്ങൾക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു മരിക്കാൻ ഭാഗ്യം നൽകണേ റഹ്മാനെ. റബ്ബേ ഇത്തരം പ്രവർത്തനങ്ങളുടെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളുടെ കുട്ടികൾക്ക് നല്ല ഇണകൾ നൽകണേ റഹ്മാനെ. വീടില്ലാത്തവർക്ക് വീട് നൽകണേ റഹ്മാനെ. വീട് നിർമ്മാണം തുടങ്ങി വെച്ചവർക്ക് അത് പൂർത്തീകരിക്കാനും ഭാഗ്യം നൽകണേ റഹ്മാനെ. അല്ലാഹുവേ നാളെ പരലോകത്ത് ഞങ്ങൾക്ക് അർശിന്റെ തണൽ നൽകണേ റഹ്മാനെ. മുത്തുനബിയുടെ ശഫാഅത്തിൽ ഉൾപ്പെടുത്തണേ റഹ്മാനെ. അമ്പിയാക്കൾ, സിദ്ദീഖുകൾ, ശുഹദാക്കൾ, സ്വാലിഹീങ്ങൾ എന്നിവരോടൊപ്പം സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും ഭാഗ്യം നൽകണേ റഹ്മാനെ. ഇത് അറേഞ്ച്മെന്റ് ചെയ്തവർ, ഇതിനുവേണ്ടി സാമ്പത്തികമായും ശാരീരികമായും ചെലവ് ചെയ്യുന്നവർ, ഇതിനുവേണ്ടി അധ്വാനിക്കുന്നവർ, അല്ലാഹുവേ എല്ലാവർക്കും അതിന് തൗഫീഖ് നൽകണേ റഹ്മാനെ. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ ബിഹഖി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 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 സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം.